നമുക്ക് 2 തിമോത്തി 4 അധ്യായത്തിൽ പൗലോസ് പറയുന്ന ഒരു സെന്റൻസ് നമുക്കൊന്ന് വായിക്കാം. 2 തിമോത്തി 4-ന്റെ 7-ാം സെന്റൻസ് മലയാളത്തിൽ നിന്ന് വായിക്കാം. ഞാൻ നല്ല പോരാട്ടം നടത്തി, ഞാൻ ഓട്ടം പൂർത്തിയാക്കി, ഞാൻ വിശ്വാസം കാത്തു. മതി. അടുത്ത സെന്റൻസ് ഇവിടെ നിന്ന് വായിച്ചു. ഇനി നീതിയുടെ കിരീടം എനിക്കായി നീക്കി വെച്ചിരിക്കുന്നു. അതെ, അതായത് അടുത്ത സെന്റൻസ് വായിച്ചു. കർത്താവ് നീതിമാനായ വിധിയാണ്, ആ ദിവസം അത് എനിക്ക് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല, അവന്റെ ആഗമനം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും. അതെ, അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അതായത് ഞാൻ നല്ല പോരാട്ടം നടത്തി, ഞാൻ ഓട്ടം പൂർത്തിയാക്കി, ഞാൻ വിശ്വാസം കാത്തു സൂക്ഷിച്ചു, ഇനി നീതിയുടെ കിരീടം എനിക്കായി നീക്കി വച്ചിരിക്കുന്നു. കർത്താവ് നീതിമാനായ വിധിയാളൻ, ആ ദിവസം അത് എനിക്ക് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല, അവന്റെ ആഗമനം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും. അത് ഞാൻ ഈ ഓൾഡ് കിങ് ജെയിംസ് വേർഷനിൽ ഇതിനകത്തൊരു വേർഡ് പറയാനാണ് ഞാനത് എടുത്തത്. 4-7 പൗലോസ് പറയുന്നത്, ഐ ഹാവ് ഫോട്ട് എ ഗുഡ് ഫൈറ്റ്, ഐ ഹാവ് ഫിനിഷ്ഡ് മൈ കോഴ്സ്, ഐ ഹാവ് കെപ്റ്റ് ദി ഫെയ്ത്ത്. ഈ പൗലോസ് പറയുന്ന ഈ ഒരു വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ്. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ കോഴ്സ്. അതായത് ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്, നമ്മൾ കർത്താവിലോട്ട് തിരിയുന്ന ദിവസം നമ്മളൊരു കോഴ്സിന് ജോയിൻ ചെയ്യുക. ലോകത്തിലൊരു കോഴ്സ് പോലെ തന്നെ എടുത്താൽ മതി. ലോകത്തിലൊരു കോഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആകത്തില്ല, ആകുമോ? ഇല്ല. പൗലോസ് പറയാണ്, ഐ ഹാവ് ഫിനിഷ്ഡ് മൈ കോഴ്സ്. അതിനിടയിൽ പൗലോസ് പല പോസിബിലിറ്റീസ് പറയുന്നുണ്ട്. ഈ 1 കൊരിന്തോസ് 9 അധ്യായം എടുക്കുമ്പോൾ 1 കൊരിന്തോസ് 9-ന്റെ 24 തുടങ്ങി വായിക്കുമ്പോൾ ആ കോഴ്സിനെ, അപ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട ഒരു പിക്ചർ, നമ്മൾ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് നമ്മളൊരു കോഴ്സ് ജോയിൻ ചെയ്യുന്നതിന് തുല്യ. 9-ന്റെ 24 തുടങ്ങി വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്, ഓട്ട മത്സരത്തിൽ ഓട്ടക്കാരെല്ലാം പങ്കെടുക്കുന്നു. ഞാൻ വായിക്കാം. എന്നാൽ ഒരാൾ മാത്രം സമ്മാനം നേടുന്നു, ഇത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അതുകൊണ്ട് സമ്മാനം കിട്ടാൻ നിങ്ങൾ ഓടുക. കായികാഭ്യാസി സർവ്വകാര്യങ്ങളിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു. അയാൾ നശ്വരമായ കിരീടത്തിന് വേണ്ടി ഇത് ചെയ്യുന്നു, നാമോ അനശ്വരമായതിനു വേണ്ടി. ലക്ഷ്യമില്ലാതെ അല്ല ഞാൻ ഓടുന്നത്, കാറ്റിനോടല്ല ഞാൻ മുഷ്ടിയുദ്ധം നടത്തുന്നത്. ഞാൻ എൻ്റെ ശരീരത്തെ മെരുക്കി കീഴടക്കുന്നു. അടുത്ത സെന്റൻസ്, ഇല്ലെങ്കിൽ മറ്റുള്ളവരോട് പ്രസംഗിച്ച ഞാൻ തന്നെ അയോഗ്യനായിത്തീരും. അപ്പോൾ ഈ കോഴ്സിൽ ഉള്ളൊരു പോസിബിലിറ്റി പൗലോസ് പറയുക, ഞാൻ ഒത്തിരി പേരോട് ഈ കോഴ്സിനകത്തുള്ള പ്രധാനപ്പെട്ട ഡ്യൂട്ടികളാണ് നമ്മളെ തന്നെ കാത്തു സൂക്ഷിക്കുക, മറ്റുള്ളവരോട് സുവിശേഷം പറയുക. പൗലോസ് പറയുകയാണ്, മറ്റുള്ളവരോട് സുവിശേഷം പറഞ്ഞ് ഞാൻ മുഖാന്തരം അനേകർ കർത്താവിലോട്ട് വന്നിട്ടുണ്ടാകും, പക്ഷെ ഞാൻ എന്നെ കാത്തില്ലെങ്കിൽ ഞാൻ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇതിനൊരു കോഴ്സായിട്ട് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പൗലോസ് പറഞ്ഞിട്ടുള്ള 1-2 പോസിബിലിറ്റീസ്, ഈ ഫിലിപ്പിയ ലേഖനം 2 അധ്യായം എടുക്കുമ്പോൾ, നമ്മൾ പൊതുവെ ഇന്നത്തെ കോണ്ടംപററി ക്രിസ്ത്യാനിറ്റിയിൽ അല്ല, നമ്മൾ തന്നെ പലപ്പോഴും കർത്താവിലോട്ട് വന്ന കാര്യം ചോദിക്കുമ്പോൾ പൊതുവെ എങ്ങനെ പറയും, ഞാൻ രക്ഷിക്കപ്പെട്ട ആളാണ്. ഇറ്റ് ഈസ് ട്രൂ, രക്ഷിക്കപ്പെട്ട ആളാണെന്നുള്ളത് സത്യമാണ്. പക്ഷേ രക്ഷിക്കപ്പെട്ട ആളെന്ന് പറയുന്നത് നമ്മളൊരു കോഴ്സിന് ജോയിൻ ചെയ്യുന്ന പോലെ ഉള്ളൂ. കോഴ്സിന് ജോയിൻ ചെയ്താൽ അത് കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ ആ കോഴ്സിൻ്റെ ഡിഗ്രി നമുക്ക് കിട്ടുമോ? ഒരിക്കലും കിട്ടത്തില്ല. അപ്പോൾ ഫിലിപ്പിയ ലേഖനം 2-ന്റെ 16 വായിക്കുമ്പോൾ, ജീവന്റെ വചനത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക, അങ്ങനെ എന്റെ ഓട്ടവും പ്രയത്നങ്ങളും വ്യർത്ഥമായില്ല എന്ന് ക്രിസ്തുവിന്റെ ദിനത്തിൽ അഭിമാനിക്കാൻ എനിക്ക് ഇടവരട്ടെ. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വേർഡാണ്. പൗലോസ് പറയുകയാണ്, ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുക, അങ്ങനെ എന്റെ ഓട്ടവും പ്രയത്നങ്ങളും വ്യർത്ഥമായില്ല എന്ന് ക്രിസ്തുവിന്റെ ദിനത്തിൽ അഭിമാനിക്കാൻ എനിക്ക് ഇടവരട്ടെ. ഫിലിപ്പിയിലെ വിശ്വാസികളോട്, അല്ലെ രക്ഷിക്കപ്പെട്ട സഭയിലുള്ള അംഗങ്ങളോട് പൗലോസ് പറയുകയാണ്, എന്ത് ചെയ്യണം? ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുക, അല്ലെ എന്ത് സംഭവിക്കും? പൗലോസിന്റെ ഓട്ടവും പ്രയത്നങ്ങളും വ്യർത്ഥമായി പോകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് പൗലോസിന്റെ സൈഡിൽ നിന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ സൈഡിൽ നിന്ന് ചിന്തിച്ചാൽ മതി, അല്ലെങ്കിൽ ഫിലിപ്പിയിലെ വിശ്വാസികളുടെ ലെവലിൽ നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഫിലിപ്പിയിലെ വിശ്വാസികൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിച്ചില്ല എന്ത് പറ്റും? പൗലോസ് കാര്യം ഒത്തിരി അധ്വാനിച്ചു, ആ ഫിലിപ്പിയിലെ വിശ്വാസികൾ എന്താ പറയുന്നത്, നിത്യതയിലെത്തില്ല. പൗലോസ് ഇത് പറയാനൊരു കാരണമുണ്ട്. കാരണം ഇപ്പം നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട ആൾക്കാർ കർത്താവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കും. എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്? അതായത് മെയിനായിട്ട് 2 ന്യായവിധിയല്ല, 2 വിധിയെക്കുറിച്ച് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ഒന്ന്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിലും, 2 പിതാവായ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ. അപ്പോൾ കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിൽ മരിക്കുന്നവർ മാത്രമേ അവിടെ ചെല്ലുള്ളൂ.
അതാ രണ്ട് കൊരിന്ത്യർ 5 അധ്യായത്തിൽ പറയുന്നത്. 2 കൊരിന്ത്യർ 5 ഓരോരുത്തരും 10 ശ്രദ്ധിക്കും. 2 കൊരിന്ത്യർ 5:10 ഓരോരുത്തരും ശരീരത്തിലായിരുന്നപ്പോൾ ചെയ്തതിനനുസൃതമായി നന്മയോ തിന്മയോ സ്വീകരിക്കാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ നാം ഏവരും ഹാജരാകണം. അതെ, ഇത് എല്ലാവരും, അതായത് നമ്മളെല്ലാം കർത്താവിൽ വിശ്വസിക്കുന്നവരും കർത്താവിൽ ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നവരാ. അപ്പോൾ ഒരു ദിവസം നമ്മൾ എന്തിനു നിൽക്കേണ്ടി വരും? ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരും. എന്തിനു വേണ്ടി? പ്രതിഫലം വാങ്ങിക്കാൻ വേണ്ടി. അപ്പോൾ ഈ പ്രതിഫലം വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഈ ജീവിതത്തിൽ ആയതിപ്പോൾ പൗലോസ് ഇവിടെ പറയുകയാണ്, പൗലോസ് പ്രതീക്ഷിക്കുന്ന പ്രതിഫലമാണ് ഏത്? ഈ ഫിലിപ്പിയിലെ വിശ്വാസികൾ അവരെ കർത്താവിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്താലേ ഈ ഫിലിപ്പിയിൽ ചെയ്ത സുവിശേഷ വേലയ്ക്ക് പൗലോസിന് റിവാർഡുള്ളൂ. 1 തെസ്സലോനിക്ക, ആ കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മളെല്ലാം സുവിശേഷം പറയുന്നവരും കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരും നമ്മളെല്ലാം കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കാനുള്ളവരാണ്. 1 തെസ്സലോനിക്ക 2 അധ്യായത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യം, 2 1 Thessalonians രാജു എടുത്തോ 2:19 and 20 ഒന്ന് വായിച്ചു. രാജു ഒന്ന് വായിച്ചു. 1 തെസ്സലോനിക്ക 2:19-20. കർത്താവായ യേശുവിന്റെ ആഗമന വേളയിൽ ഞങ്ങളുടെ പ്രത്യാശയും ആനന്ദവും അഭിമാന കിരീടവും എന്താണ്? നിങ്ങൾ തന്നെയല്ലേ? അതെ, നിങ്ങളാണ് ഞങ്ങളുടെ മഹത്വവും ആനന്ദവും. അതെ, അപ്പൊ അത് തെസ്സലോനിക്കയിലെ വിശ്വാസികളോട് പൗലോസ് പറയാം, കർത്താവായ യേശുവിന്റെ ആഗമന വേളയിൽ ഞങ്ങളുടെ കിരീടം എന്താ? നിങ്ങളാണ്. അപ്പം ഫിലിപ്പയിലുള്ളവരോട് പറയാം, നിങ്ങൾ കർത്താവായ യേശുവിന്റെ ആഗമന വേളയിൽ കർത്താവിന്റെ മുമ്പിൽ എത്തിയില്ലെങ്കിൽ ഈ പൗലോസിന്റെ അധ്വാനം അല്ലെങ്കിൽ പൗലോസിന് കിട്ടാനിരിക്കുന്ന കിരീടവും മഹത്വവും ഒന്നും ലഭിക്കില്ല. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. ഫിലിപ്പയിലെ വിശ്വാസികളോട് പറയും, നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുക, അല്ലെങ്കിൽ ഈ പൗലോസിന്റെ അധ്വാനം വൃഥാവാകും. നമ്മുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അത് പൗലോസിന്റെ കാര്യം വിടും. നമ്മുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിച്ചില്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ എത്തിപ്പെടില്ല. അപ്പൊ അവിടെ പറഞ്ഞേക്കുന്ന കാര്യം, ജീവന്റെ വചനത്തെ മുറുകെ പിടിച്ചില്ലെങ്കിൽ നമ്മൾ അവിടെ എത്തിപ്പെടില്ല. രണ്ടാമത് പറഞ്ഞേക്കുന്ന ഒരു കാര്യം, പൗലോസ് പറഞ്ഞേക്കുന്ന ഒരു കാര്യം 1 തെസ്സലോനിക്ക തന്നെ ഇപ്പൊ എടുത്തു വെച്ചേക്കുന്ന പേജിൽ തന്നെ 3 അധ്യായം. അപ്പൊ 2-3 സ്ഥലത്ത് പൗലോസ് ഈ നമ്മൾ എത്തിപ്പെടാതിരിക്കുന്ന ഇടയാക്കുന്ന സാഹചര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യങ്ങളാണ്. 1 തെസ്സലോനിക്ക 3:5 വായിക്കുമ്പോൾ, അതുകൊണ്ടാണ് വേർപാട് അസഹ്യമായപ്പോൾ നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് അറിയാൻ ഞാൻ ആളയച്ചത്. പ്രലോഭകൻ എങ്ങനെയെങ്കിലും നിങ്ങളെ പ്രലോഭിപ്പിച്ച് ഞങ്ങളുടെ പ്രയത്നം നിഷ്ഫലമാക്കും എന്ന് ഞാൻ ഭയപ്പെട്ടു. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യം എന്താ? അപ്പൊ പ്രലോഭകൻ എങ്ങനെയെങ്കിലും നിങ്ങളെ പ്രലോഭിപ്പിച്ച് ഞങ്ങളുടെ പ്രയത്നം നിഷ്ഫലമാക്കും എന്ന് ഭയപ്പെട്ടു. അപ്പൊ നമ്മുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ പ്രലോഭകന്റെ പ്രലോഭനത്തിൽ നമ്മൾ പെട്ടുപോയാൽ നമ്മൾ എവിടെ ചെല്ലില്ല? കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ ചെല്ലില്ല. പിന്നെ പൗലോസ് പറയുന്ന ഒരു സ്ഥലം ഗലാത്യ ലേഖനം 4 അധ്യായത്തില് ഗലാത്യ ലേഖനം 4:8 തുടങ്ങി വായിക്കുമ്പോൾ അതോടെ ഒന്ന് വായിച്ചു. ദൈവത്തെ അറിയാതിരുന്ന കാലത്ത് നിങ്ങൾ ദൈവങ്ങളല്ലാത്തവരുടെ ബന്ധനത്തിലായിരുന്നു. ഇപ്പോഴാകട്ടെ നിങ്ങൾ ദൈവത്തെ അറിയുന്നു. മാത്രമല്ല ദൈവം നിങ്ങളെയും അറിയുന്നു. എന്നിട്ടും നിസ്സാരങ്ങളും ദുർബലങ്ങളുമായ ലൗകിക ശക്തികളുടെ പിടിയിലമർന്ന് വീണ്ടും അവയുടെ അടിമകളാകാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? നിങ്ങൾ ഇപ്പോഴും ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും വത്സരങ്ങളും ആചരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ പ്രയത്നം നിഷ്ഫലമായി പോയോ എന്ന് ഞാൻ ശങ്കിക്കുന്നു. അതെ, അവിടെയും പറയുന്നത്. അപ്പൊ 3 സ്ഥലത്ത് പൗലോസ് പറയാം, വേറെ സ്ഥലത്ത് സൂചനകളുണ്ടില്ലെന്നല്ല. അപ്പൊ 3 സ്ഥലത്ത് ഇവിടെ പറയാണ്, ഇതും വിശ്വാസികൾക്കുള്ള ലെറ്ററാ. ഗലാത്യയിലെ വിശ്വാസികളോട് പറയാ, നിങ്ങൾ ഇന്നും ആ പഴയ കണ്ടീഷനിലോട്ട് പോയി, അല്ലെങ്കിൽ യഹൂദ നിയമങ്ങളുടെ അനുഷ്ഠാനത്തിലോട്ട് പോയി. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ അധ്വാനം വൃഥമായി പോയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ 3 ചിന്തിക്കേണ്ടതാണ്. ഒന്ന്, ആദ്യം പറഞ്ഞത്, ജീവന്റെ വചനത്തെ മുറുകെ പിടിച്ചില്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ അടുത്ത് ചെല്ലില്ല. 2, എന്താ? പ്രലോഭകന്റെ പ്രലോഭനത്തിൽപ്പെട്ട ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ നമ്മൾ ചെല്ലില്ല. 3, നമ്മൾ എന്താ പറയുന്നത്? കൃപായുഗ, അല്ലെങ്കിൽ കൃപയിൽ നിന്ന്
നിയമത്തിലോട്ട് പോയാൽ നമ്മൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ ചെല്ലില്ല. നമ്മളിത് മൂന്നും വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട. കാരണം അന്ത്യത്തെക്കുറിച്ച് കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് ആദ്യം പറഞ്ഞ കാര്യം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അന്ത്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്താ കർത്താവ് പറഞ്ഞു? ആരും വഴി തെറ്റിക്കാതെ സൂക്ഷിച്ചു. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഈ 21-ാം നൂറ്റാണ്ട്, കാരണം എന്നാ കർത്താവ് വരുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, കർത്താവ് വരും എന്നുള്ളതല്ല. ഇതൊക്കെ എഴുതിയപ്പോഴത്തേക്കാൾ 2000 വർഷം കർത്താവിന്റെ വരവ് അടുത്തിട്ടുണ്ട്. എന്നെങ്കിലും വരട്ടെ, 2000 വർഷം അടുത്തെന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ അന്ത്യകാലത്തിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് കർത്താവ് പറഞ്ഞത് പൊള്യൂട്ടഡ് ഗോസ്പൽ, ഇതെല്ലാം കൂടിക്കൊഴഞ്ഞ് ഏതാ ശരി ഏതാ തെറ്റെന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലെത്തും. അതിനകത്ത് നമ്മൾ പെടരുത്. കാരണം ഇപ്പം നമുക്ക് സാധാരണ ഒരു വിശ്വാസിയോട് ചോദിച്ചാൽ ഒന്നും അറിയില്ല. ഞാനപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഒന്നും അറിയില്ലാത്തതെന്ന്. പൊതുവെ ആൾക്കാർക്ക് ബൈബിളിനെ കുറിച്ച് ഒന്നും അറിയില്ലാത്ത എന്താണ് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എന്താണെന്നറിയാം? നോബഡി ഈസ് ടേക്കിംഗ് ഇൻട്രസ്റ്റ്. അല്ലെങ്കിൽ ഇപ്പോൾ ബൈബിള് ഒന്ന് കറക്റ്റായിട്ട് പഠിപ്പിക്കാൻ ഒരാളെ കിട്ടാനില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആരും ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല. ബൈബിൾ സിമ്പിളാണ്. പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യവും ഞാൻ എഴുതുന്നില്ല. അപ്പോൾ ഒന്ന്, വായിക്കാൻ സന്മനസ് കാണിക്കാറില്ല. പിന്നെ രണ്ടാമത് കർത്താവ് ഒരു കാര്യം പറഞ്ഞ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ബുദ്ധിമാന്മാരിൽ നിന്ന് മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തേക്കുന്നതാണ്. അപ്പോൾ ഇത് ലോകത്തിന്റെ കാര്യത്തിൽ നമുക്ക് വളരെ ബുദ്ധിയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ കർത്താവിന്റെ കാര്യത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ എനിക്കൊരു ബുദ്ധിയില്ല കർത്താവ്, എനിക്ക് ഒന്നും അറിയില്ല, ഞാൻ വെറും മണ്ടനാണ്, കർത്താവ് എന്നെ പഠിപ്പിക്കണേ എന്നുള്ള ഒരു ഹൃദയാവസ്ഥയോട് കൂടി ചെന്നില്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയേക്കുന്ന പോലെ തന്നെ അവൻ ധനവാന്മാരെ ബുദ്ധിമാന്മാരെ വെറും കൈയോടെ പറഞ്ഞയക്കും, ഒന്നും കിട്ടില്ല. നമ്മൾ ആലോചിച്ച് നോക്ക്, ലോകത്തിലെ എത്രയോ ബുദ്ധിമാന്മാരുണ്ട്. പല വലിയ ബുദ്ധിമാന്മാർ പലരും നിരീശ്വരവാദികളാണ്. എന്നാൽ ബൈബിള് പറയുന്നു ഫൂൾ സെയ്സ് ഇൻ ഹിസ് ഹാർട്ട് ദാറ്റ് ദെയർ ഈസ് നോ ഗോഡ്, ദൈവമില്ലാന്ന് വിട്ടി പറയുന്നതാണ്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഏതാ? ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കണം. അപ്പം കർത്താവ് ഇപ്പം നോക്ക്, നമ്മൾ ആദ്യമേ ചിന്തിച്ചു ഇതൊരു കോഴ്സാണ്. അപ്പോൾ ബൈബിളിൽ ഈ ക്രിസ്ത്യ ജീവിതത്തെ പല രീതിയിൽ പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഇതൊരു കോഴ്സിന് ജോയിൻ ചെയ്യുന്ന പോലെ. അതുകൊണ്ടാണ് ക്രിസ്ത്യ കോളേജിൽ എന്തുണ്ട്? ടീച്ചേഴ്സുണ്ട്. പിന്നെ സഭയെക്കുറിച്ച് ഇതൊരു ഭവനം എന്ന് എഴുതിയിട്ടുണ്ട്. ആധ്യാത്മിക ഭവന കർത്താവിന്റെ സഭ. അപ്പോൾ ഇതിനകത്ത് ജീവന്റെ വചനത്തെക്കുറിച്ച് മുറുകെ പിടിക്കുക എന്ന് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കൃഷി സ്ഥലം ഇപ്പം നമ്മളൊരു കൃഷി ഇറക്കുവാണെങ്കിൽ എല്ലാ പരിപാടിയും ചെയ്തു, കൃഷി കണ്ടം ഒരുക്കി അല്ലെങ്കിൽ എല്ലാം റെഡിയാക്കി, വിത്ത് വിതച്ചില്ലെങ്കിൽ അവിടെ ഒന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് വിതക്കാരന്റെ ഉപമ പറഞ്ഞിട്ട് മർക്കോസിന്റെ സുവിശേഷം 4 അധ്യായം എടുക്കുമ്പോൾ അതിനകത്ത് വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു വേർഡ്, മർക്കോസിന്റെ സുവിശേഷം 4 അധ്യായത്തിൽ വിതക്കാരന്റെ ഉപമ. വിതക്കാരന്റെ ഉപമ ഏതൊക്കെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്? ഏതൊക്കെ എഴുതിയിട്ടുണ്ട് ദീപു? വിതക്കാരന്റെ ഉപമ മർക്കോസ്, മത്തായി, ലൂക്കോസ്. മർക്കോസിന്റെ ഇപ്പൊ പറഞ്ഞു. പിന്നെ മത്തായി, ലൂക്കോസ്. അവ മർക്കോസ് എഴുതിയിട്ടില്ല. മർക്കോസിന്റെ ഇപ്പം നമ്മളെടുത്തേ മർക്കോസ് 4 അധ്യായത്തിൽ അല്ല, അതിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ചിന്തിച്ച് എന്താണെന്ന് വെച്ചാൽ, ഈ ഉപമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കർത്താവ് അത് ഈ ഇംഗ്ലീഷിൽ വായിച്ചപ്പോൾ എന്നെ ഇങ്ങനെ സ്പർശിച്ചതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. അതിൽ കർത്താവ് ഈ ഉപമ പറഞ്ഞു. 4 അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഈ ഉപമ പറഞ്ഞിട്ട് അപ്പം ശിഷ്യന്മാരടുത്ത് വന്ന് ഉപമയുടെ വ്യാഖ്യാനം ചോദിച്ചു. അപ്പോൾ കർത്താവ് ചോദിക്കുന്ന ഒരു കാര്യം 4-ന്റെ, അത് ഈ ഇംഗ്ലീഷിൽ വായിച്ച 4:13 ഒന്ന് വായിക്കും, മലയാളത്തിലൊന്ന് വായിച്ചു. അവൻ അവരോട് ചോദിച്ചു, ഈ ഉപമ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഉപമകളെല്ലാം നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? അതായത് ഇങ്ങനെ, നോ യു നോട്ട് ദിസ് പാരബിൾ ചോദിച്ചില്ല, ഈ പാരബിൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നില്ലേ, അറിയില്ലേ? ആൻഡ് ഹൗ ദെൻ വിൽ യു നോ ഓൾ പാരബിൾസ്? ഹൗ വിൽ യു നോ ദെൻ ഓൾ പാരബിൾസ്? അപ്പോൾ അതിൽ നിന്നൊരു ഹിന്റ് ഉണ്ട്. എന്താ? ഈ പാരബിൾ മനസ്സിലാക്കിയാൽ ബാക്കിയുള്ള പാരബിൾസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. കാരണം ദിസ് ഈസ് എ ഫണ്ടമെന്റൽ പാരബിൾ. കാരണം ദൈവവചനത്തെക്കുറിച്ച്, കാരണം ഇതിനകത്ത് ദൈവവചന നമ്മുടെ ചിന്താവിഷയം, ദൈവവചനമാണ് ചിന്താവിഷയം. അല്ലെങ്കിൽ സ്വർഗ്ഗരാജ്യത്തിന്റെ വിത്തെന്ന് പറയുന്ന ദൈവവചന നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചാൽ വീണ്ടും ജന്മം പ്രാപിക്കുന്ന ദൈവവചനത്തിൽ നിന്നാണ്. യു ആർ ബോൺ അഗെയിൻ ബൈ ദി ഇൻകറപ്റ്റബിൾ വേർഡ് ഓഫ് ഗോഡ്. അപ്പോൾ ഈ ഉപമ എടുക്കുമ്പോൾ മർക്കോസ് 4 അധ്യായം ജസ്റ്റ് അറിയാവുന്ന സ്ഥലം, അതുകൊണ്ട് വായിച്ച് സമയം കളയണമെന്നില്ല. അതായത് വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. സെയിം വിത്താ വിതയ്ക്കുന്നത് അല്ലേ എല്ലായിടത്തും, പക്ഷെ വീഴുന്നത് 4 ഡിഫറെന്റ് പ്ലേസസിലാണ്. പൊതുവെ നമ്മൾ എന്താ പറയുന്നത്, 4 സ്ഥലങ്ങൾ അറിയാം. ഒന്ന് വഴിയരികിൽ, പാറപ്പുറത്ത്, മുള്ളിനിടയിൽ,
നല്ല സ്ഥലത്ത്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ പണ്ടിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത്, അതായത് വഴിയരിയിൽ വീണെന്ന് പറഞ്ഞാൽ കേട്ട വഴിയെ തന്നെ അത് തള്ളിക്കളയുന്ന ആൾക്കാർ, അത് സത്യം അങ്ങനെ തന്നെയാണ്. പാറപ്പുറത്ത് വീണെന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ സ്വീകരിച്ച് കുറേ കഴിയുമ്പോൾ ഉണങ്ങിപ്പോകുന്നു. പിന്നെ മുള്ളിനിടയിൽ വീണത്, അത് രക്ഷയെ സംബന്ധിച്ച് സത്യമാണെങ്കിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദിസ് ഈസ് ട്രൂ ഫോർ എവരി വേർഡ് ഓഫ് ഗോഡ്. അല്ലാതെ രക്ഷയെ സംബന്ധിച്ച് മാത്രമല്ല. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു വചനം അല്ലെങ്കിൽ ഒരു ഉപദേശം, ഇതിന് 4 സ്റ്റേജസ് ഉണ്ട്. അതായത് രക്ഷിക്കപ്പെട്ടവരുടെ അല്ലെങ്കിൽ കർത്താവിന് ജീവിതം കൊടുത്തവരെല്ലാം ഒരേ സ്കോറിങ്ങുകാരാണോ? അല്ല. ഇവിടെ വേദക്കാരൻ്റെ ഉപമയിൽ കർത്താവ് പറഞ്ഞു എത്ര മേനിയൊക്കെയാ? 30, 60, 100. ഈ 30, 60, 100 ഏത് സ്ഥലത്ത് വീണതാ വിത്ത്? നല്ല സ്ഥലത്ത് വീണതാ. അപ്പം ഇതിൽ ഈ മുള്ളിനിടയിൽ വീണെന്ന് പറഞ്ഞേക്കുന്ന വിത്ത് ഏതാന്ന് പറയാം. അല്ല, മീൻസ് ഏതെന്ന് പറഞ്ഞാൽ അവരുടെ എൻഡ് ഏതാന്ന് പറയാം. അതാ നമ്മൾ അറിയണ്ടേ. മുള്ളിനിടയിൽ വീണെന്ന് പറഞ്ഞാൽ അല്ല, മീൻസ് നിത്യതയിൽ എൻഡ് റിസൾട്ട് ഏതാന്ന് പറയാം. അവരെത്തും. കാരണം മുള്ളിനിടയിൽ വീണത് ഒരിക്കലും ചത്തുപോകുന്നില്ല. ചത്തുപോകുന്നുണ്ടോ? അതല്ല. നോ, ദാറ്റ് ഇസ് നോട്ട് ദി പോയിന്റ്. അപ്പം ഇത് മുള്ളിനിടയിൽ ചെടികൾ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മുള്ളിനിടയിൽ വീണ വിത്തെന്ന് പറഞ്ഞാൽ ശരിക്ക് ക്രിസ്തുവിന്റെ ന്യായാസനത്തെക്കുറിച്ച് പല സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. ഒന്ന് നമ്മൾ വായിച്ചു 2 കൊരിന്ത്യർ 5:10. വേറൊരു സ്ഥലത്ത് എഴുതിയേക്കുന്നത് 1 കൊരിന്ത്യർ 3 അധ്യായത്തിലുണ്ട്. അതോടെ ഒന്ന് എടുത്തു നോക്കി. അതിനകത്ത് ഈ മുള്ളിനിടയിൽ വീണ വിത്ത് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് മജോറിറ്റി ഓഫ് ദി ബിലീവേഴ്സ് മുള്ളിനിടയിലാണ്. 1 കൊരിന്ത്യർ 3 അധ്യായത്തിൽ അത് മുഴുവൻ വായിക്കണമെന്നില്ല, നമുക്കറിയാവുന്നതാണ്. അതിൻ്റെ 10 മണിയൊന്ന് വായിച്ചു. ദൈവം എനിക്ക് നൽകിയ കൃപയനുസരിച്ച് സമർത്ഥനായ മുഖ്യശില്പിയെ പോലെ ഞാൻ അസ്ഥിവാരമിട്ടു. മറ്റൊരാൾ അതിന്മേൽ പണിതുയർത്തുന്നു. തങ്ങൾ എങ്ങനെയാണ് പണിതുയർത്തുന്നത് എന്ന് ഓരോരുത്തരും ശ്രദ്ധിക്കട്ടെ. ഇപ്പോൾ ഇട്ടിരിക്കുന്ന അസ്ഥിവാരം, അതായത് യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു അസ്ഥിവാരം ഇടാൻ ആർക്കും സാധ്യമല്ല. ഈ അസ്ഥിവാരത്തിൽ സ്വർണം, വെള്ളി, വിലപിടിച്ച രത്നങ്ങൾ, തടി, കമ്പ്, പുല്ല് തുടങ്ങിയവ ഉപയോഗിച്ച് ആരെങ്കിലും പണിതാൽ ഓരോ മനുഷ്യന്റെയും പണി വെളിവാകും. ന്യായവിധി ദിവസം അത് വെളിപ്പെടും. കാരണം ഇത് ന്യായവിധി ദിവസത്തെക്കുറിച്ച് നമ്മൾ 2 കൊരിന്ത്യൻസ് 5:10 വായിച്ചു. ഇതാണ് ന്യായവിധി ദിവസം. ന്യായവിധി ദിവസം അത് വെളിവാകും. അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തരും ചെയ്ത പ്രവൃത്തിയുടെ സ്വഭാവം അഗ്നി പരീക്ഷിക്കും. അസ്ഥിവാരത്തിന്മേൽ ആരെങ്കിലും നടത്തിയ പണി നിലനിൽക്കുന്നെങ്കിൽ അയാൾക്ക് പ്രതിഫലം ലഭിക്കും. ആരെങ്കിലും പണിത് എരിഞ്ഞു പോയാൽ അയാൾക്ക് നഷ്ടം നേരിടും. അയാൾ രക്ഷപ്പെടും. എങ്കിലും അഗ്നി പരീക്ഷയിലൂടെ എന്ന പോലെ മാത്രം. അതെ, ഈ പറഞ്ഞേക്കുന്നതാണ് മുള്ളിനിടയിൽ വീണ വിത്ത്. അതായത് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം മുള്ളിനിടയിൽ നിൽക്കുക, ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വിധി ദിവസം അഗ്നിശോധന ചെയ്യുമ്പോൾ ഒരു റിവാർഡും ഇല്ല. അതായത് മുഴുവൻ കത്തിപ്പോയി, ഒരു റിവാർഡും ഇല്ല, കംപ്ലീറ്റ് കത്തിപ്പോയി. പക്ഷേ അങ്ങനെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. ഇങ്ങനെ ലൗകിക വ്യഗ്രതകളിലൊക്കെ കിടന്ന് ഞെരുങ്ങി. ഇത് പറഞ്ഞേക്കുന്നത് എന്താ? പണിതെല്ലാം കത്തിപ്പോവും. പക്ഷെ അങ്ങേര് അഗ്നിപരീക്ഷയിലൂടെ, അതായത് ജസ്റ്റ് ടോട്ടലി സ്ട്രിപ്ഡ്, ഒന്നുമില്ല. അതായത് ഈ ജീവിതത്തിൽ പൗലോസ് അതാ പറഞ്ഞ, അവരൊക്കെ നിത്യതയെക്കുറിച്ച് നിത്യതയെ കണ്ണുവെച്ചാൽ അവർ ജീവിച്ചു. പൗലോസ് പറഞ്ഞ് ഫിലിപ്പയിലെ വിശ്വാസികൾ വീണുപോയാൽ ആ കിരീടം എല്ലാം, ആ അധ്വാനം എല്ലാം വേസ്റ്റായി. തെസലോണിക്ക വിശ്വാസികൾ പോയാൽ ആ കിരീടം അല്ലെങ്കിൽ ആ അധ്വാനം എല്ലാം വേസ്റ്റ്. പോളിന്റെ കിരീടം പോകുന്ന സൈഡല്ല നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളിത് അതർ സൈഡാണ്. തെസലോണിക്ക വിശ്വാസികളുടെ സൈഡിൽ നിന്നും അല്ലെങ്കിൽ ഫിലിപ്പയിലെ വിശ്വാസികളുടെ സൈഡിൽ നിന്നോ ചിന്തിക്കുന്നത്. അതായത് നമ്മൾ കയറിപ്പെടാത്ത നഷ്ടപ്പെടുന്ന അവസ്ഥ. അപ്പം ഇതിൽ ഈ മുള്ളിനിടയിൽ വീണു എന്ന് പറഞ്ഞേക്കുന്ന അവസ്ഥയിൽ നമ്മൾ എങ്ങനെയെങ്കിലും, ഇപ്പം നമ്മൾ ആരും വിശ്വാസം ത്യജിക്കാത്തവരാ, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ചോദന ചെയ്യണം. നമ്മൾ ഈ നല്ല നിലത്ത് വീണ വിത്തിന്റെ കണ്ടീഷനിലേക്ക്. കാരണം ഇത് ബേസിക് പാരബിളാണ്. ഈ ഉപമ മനസ്സിലായാലും നമുക്ക് ബാക്കിയുള്ള ഉപമകൾ മനസ്സിലാക്കാൻ പറ്റും. ഈ ലോകത്തിൽ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ പറ്റും. അപ്പോൾ ഈ ഓരോ വചനത്തിനും എന്തുണ്ട്? ഈ 4 സ്റ്റേജും ഉണ്ട്. ഇപ്പം നമ്മൾ പല കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പല കാര്യങ്ങൾ പഠിച്ച് ചില ആൾക്കാർ അത് അനുസരിക്കും, ജീവിതത്തിലോട്ട് കൊണ്ടുവരും. ചിലർ ആ വീഴുന്ന വഴി തന്നെ പാറപ്പുറത്ത് വഴിയരിയിൽ വീണ വചനം ആരാ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്? ലെറ്റ് us come back to Mark 4. അപ്പം നമ്മൾ ഈ വചനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വചനത്തിന്റെ ശത്രു ആരാന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. മാർക്ക് ചാപ്റ്റർ 4 കർത്താവ് വ്യാഖ്യാനിച്ച് പറയുന്നുണ്ട്. അതിന്റെ 13 തുടങ്ങിയെന്ന് വായിച്ച് 2 സെന്റൻസ് വായിച്ചാൽ മതി.
അവൻ അവരോട് ചോദിച്ചു, ഈ ഉപമ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അങ്ങനെയെങ്കിൽ ഉപമകളെല്ലാം ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കും? വിതക്കാരൻ വിതയ്ക്കുന്നത് വചനമാണ്. ചിലർ വചനം കേൾക്കുന്നു, പെട്ടെന്ന് സാത്താൻ വന്ന് അവരിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തുകൊണ്ടു പോകുന്നു. ഇവരെ കുറിച്ചാണ് വചനം വഴിയരികിൽ വിതയ്ക്കപ്പെട്ടു എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ചിന്തിച്ചൊരു കാര്യം, രക്ഷിക്കപ്പെടാത്തത് തന്നെ രക്ഷിക്കപ്പെട്ടവരുടെ, ഇപ്പൊ നമ്മൾ കർത്താവിന് ജീവിതം കൊടുത്തവരെ ഇവിടെ ഇരിക്കുന്നവർ. അപ്പൊ ഇതില് ഈ ഓരോ വചനത്തിനും ഈ 4 സ്റ്റേജും ഉണ്ട്. നമ്മളൊരു വചനം കേട്ടു, ഈ വചനത്തിന്റെ ശത്രു എപ്പോഴും ആരാ? സാത്താനാ, പിശാച് വന്നപ്പോൾ നമ്മൾ ആ വചനത്തിന് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം കൊടുത്ത് അത് അനുസരണത്തിലേക്ക് വന്നില്ലേ അപ്പോൾ തന്നെ അത് പിശാച് എടുത്തുകൊണ്ട് പോകും. കാരണം വചന അനുസരണം കർത്താവിലേക്ക് നമ്മളെ അടുപ്പിക്കും. വചനം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അത് ക്രിയ ചെയ്യും, ട്രാൻസ്ഫോർമേഷൻ വരുത്തും. കാരണം ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുന്നുണ്ട്, ഇത് ശുദ്ധീകരിക്കുന്നതാണ്. ഇത് ദൈവത്തിന്റെ വചനത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് ഒരു നിർമ്മലയായിട്ടുള്ള കന്യകയായിട്ട് നമ്മളെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ വചനം, അപ്പോൾ നമ്മളൊരു വചനം കേട്ടാൽ ഇമ്മീഡിയറ്റ്ലി പിശാചിന്റെ ആഗ്രഹം എന്താ? അപ്പം തന്നെ അവനെ തട്ടിക്കൊണ്ട് പോകുക എന്നുള്ളത്. പിന്നെ കുറേ ആൾക്കാർ കേൾക്കുമ്പോൾ അത് കാര്യമായിട്ട് എടുക്കും. എന്താണ്, ഇനി ഒരു തീരുമാനം എടുത്തു, ഇനി അത് ജീവിതത്തിനൊരു വ്യത്യാസം തീരുമാനിച്ചു, ഇനി ഞാൻ ആ പണ്ടത്തെ വഴിക്ക് പോകില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ സംഭവിക്കുന്നത് എന്താ? പാറപ്പുറത്ത് വീണ വചനമാണെങ്കിൽ അതിന് ആഴമില്ല, അല്ലെങ്കിൽ ഹൃദയത്തിലോട്ട് അത് ഡീപ്പായിട്ട് ഇറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് എപ്പോഴാണ് വീണു പോകുന്നത്? എപ്പോഴാണ്? അതായത് ഒരു ചെറിയ പ്രശ്നത്തിൽ വേണ്ടാന്ന് വയ്ക്കും. അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്, കർത്താവ് പറഞ്ഞേക്കുന്നത് 17ാം സെന്റൻസ്. പക്ഷെ അവയ്ക്ക് വേരോട്ടമില്ല, കുറെ സമയം മാത്രം പിടിച്ചു നിൽക്കും, പിന്നീട് വചന നിമിത്തം ക്ലേശമോ പീഡയോ ഉണ്ടാകുമ്പോൾ തന്നെ അവർ വീണുപോകുന്നു. ഇംഗ്ലീഷിലാണ് ദോസ് ആർ ഫോളിങ് അറ്റ് ദി ടൈം ഓഫ് ടെംപ്റ്റേഷൻ. എല്ലാം സ്മൂത്തായിട്ട് പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല വിശ്വാസികളായിരിക്കും. നമ്മൾ ജോൺ ചാപ്റ്റർ 6 കാണുന്നുണ്ട്, വലിയ പുരുഷാരം കർത്താവിനെ പിന്തുടർന്നു. കർത്താവ് പറഞ്ഞു, എന്നെ പിൻപറ്റണമെങ്കിൽ സ്വയത്തെ ക്രൂശിച്ചേ പറ്റൂ, നിങ്ങൾ കർത്താവിനോടുകൂടി മരിച്ചേ പറ്റൂ. അത് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ഇത് പറ്റില്ല. അവർ രോഗികളിൽ ചെയ്ത വലിയ അത്ഭുതം കണ്ട് പുറകെ പോകുന്നവരായിരുന്നു. അവർക്കൊരു കഷ്ടം വന്ന സമയം വന്നപ്പോൾ അവരെല്ലാം ഇട്ടിട്ട് പോയി. അത് നമ്മൾ കാണുന്നുണ്ട്. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കർത്താവിൽ വരുന്നവർ കുറച്ച് കഴിയുമ്പോൾ അറ്റ് ദി ഏർലിസ്റ്റ് ഓപ്പർച്യൂണിറ്റി അവർ ഇട്ടിട്ട് പോകും. അത് പാറപ്പുറത്ത് വീണ വിത്ത്. കാരണം അവർ ഒരു നാൾ സ്വീകരിച്ചില്ലായിരുന്നു അർത്ഥമില്ല, അവർ സ്വീകരിച്ചതായിരുന്നു. കാരണം ദൈവത്തിന്റെ വചനത്തിൽ നമുക്കറിയാം, നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ കർത്താവിന് ജീവിതം കൊടുക്കുമ്പോൾ ജീവന്റെ പുസ്തകത്തിൽ ദൈവം പേരെഴുതും. എന്തു വെച്ചാൽ പേരെഴുതുന്നത്? എന്തു വെച്ചാൽ ബിനു പെൻസിൽ വെച്ച് എഴുതുന്നത്. ഈ അക്കൗണ്ട് കീപ്പിംഗുകാർക്ക് അറിയാം അല്ലേ ഷാജിൻ? അക്കൗണ്ട് കീപ്പിംഗുകാർ ഞാൻ കണ്ടിട്ടുണ്ട് ഗവൺമെന്റ് ഓഫീസിലൊക്കെ പെൻസിൽ വെച്ച് എഴുതുന്നത്. അവസാനം എല്ലാം കൂട്ടി കറക്റ്റായി കഴിഞ്ഞിട്ട് പേന കൊണ്ട് എഴുതി അത് അക്കൗണ്ട് ക്ലോസ് ചെയ്യും എന്ന് പറഞ്ഞ പോലെ തന്നെ കർത്താവിനറിയാം. കാരണം കർത്താവ് ഫ്രീ വില്ല് തന്നേക്കുന്നതുകൊണ്ട് ആരും നിർബന്ധിക്കത്തില്ല. നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതി. പാറപ്പുറത്ത് വീണ വിത്തെന്ന് പറഞ്ഞേക്കുന്നവർ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ അവരുടെ പേര് ഇപ്പോൾ നമുക്കറിയാം കമ്പ്യൂട്ടറിലൊക്കെ ആണെങ്കിൽ എത്ര തവണ വേണമെങ്കിലും സേവ് ചെയ്യുകയും ചെയ്യാം, പിന്നെ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ കർത്താവിന്റെ ജീവന്റെ പുസ്തകം അങ്ങനെയാണെന്ന് ബൈബിൾ പറയുന്നത്. അല്ലേ നോക്ക്, ഈ റെവലേഷൻ 3 എടുക്കുമ്പോൾ, ഞാൻ എൻ്റെ ഐഡിയ എന്ന് പറഞ്ഞല്ല, റെവലേഷൻ 3 3:2 വായിക്കുമ്പോൾ, വെളിപാട് 3:2 വായിക്കുമ്പോൾ, എന്നാൽ നീ മരിച്ചവൻ തന്നെ ഉണരൂ, ആസന്നമാകുന്നവരായി അവശേഷിക്കുന്നവരെ ശക്തരാക്കുക. എന്റെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്റെ പ്രവൃത്തികൾ പൂർണ്ണമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. നീ സ്വീകരിച്ചതും ശ്രമിച്ചതും ഓർമ്മിക്കുക, അത് കാത്തു സൂക്ഷിക്കുക, അനുദപിക്കുക. നീ ഉണരുന്നില്ലെങ്കിൽ ഞാനൊരു കള്ളനെ പോലെ വരും. ഞാൻ ഏത് വിനാഴികയിലാണ് നിന്റെ മേൽ വരികയെന്ന് നീ അറിയുകയില്ല. സാർദീസിൽ ഇനിയും ഭയങ്ങൾ മലിനമാക്കാത്ത കുറച്ചുപേർ നിനക്കുണ്ട്. അവർ യോഗ്യരാണ്. അവർ വെള്ളവസ്ത്രം ധരിച്ച എന്നോടൊപ്പം സഞ്ചരിക്കും. ഇതുപോലെ ജേതാവും ധവളവസ്ത്രങ്ങൾ അണിയും. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അയാളുടെ പേര് ഞാൻ മായ്ച്ചു കളയുകയില്ല. മതി. ഇത് കർത്താവ് യേശുക്രിസ്തുവിന്റെ വേർഡുകളാണ്, അല്ല വേറെ ആരുടെ അല്ല. ഈ റെവലേഷനിലെ ആദ്യത്തെ അല്ലെങ്കിൽ 7 സഭകൾക്കുള്ള ലെറ്റർ കർത്താവിന്റെ ലെറ്ററാണ്. വേറെ ആരും പൗലോസിന്റെ അല്ല, പത്രോസിന്റെ ഒന്നുമല്ല. ദിസ് ഇസ് നോൺ ആസ് ദി ലെറ്റർ ഓഫ് ജീസസ്. അതിൽ കർത്താവ് പറഞ്ഞേക്കുവാണ്, നീ ജയാളിയായില്ലെങ്കിൽ ഇതുപോലെ ജേതാവ് ധവള വസ്ത്രങ്ങൾ അണിയും. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അയാളുടെ പേര് ഞാൻ. അപ്പൊ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളയോ? പഠിപ്പിക്കുന്നവരുണ്ട്. ഒന്ന് എഴുതിയാൽ പിന്നെ അത് ഒരിക്കലും മായ്ക്കില്ല, രക്ഷിക്കപ്പെട്ടോ പിന്നെ രക്ഷ പോകില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ഈ പഴയ നിയമം നമ്മളെടുക്കുമ്പോൾ ജെറമിയ 17 എടുക്കുമ്പോൾ, ജെറമിയ 17 അതിന്റെ 12-13 വായിക്കുമ്പോൾ, ആദ്യം മുതൽ ഉന്നതത്തിൽ സ്ഥാപിതമായിരിക്കുന്ന മഹത്വമേറിയ സിംഹാസനമാണ് നമ്മുടെ വിശുദ്ധ സ്ഥലം.
ഇസ്രായേലിന്റെ പ്രതീക്ഷയായ കർത്താവെ, നിന്നെ ഉപേക്ഷിക്കുന്നവരെല്ലാം ലജ്ജിതരാകും. നിന്നിൽ നിന്ന് പിന്തിരിയുന്നവരോ മണ്ണിൽ എഴുതപ്പെടും. കാരണം അവർ ജീവജലത്തിന്റെ ഉറവയായ കർത്താവിനെ പരിത്യജിച്ചിരിക്കുന്നു. കണ്ടോ, നിന്നെ പരിത്യജിക്കുന്നവരെല്ലാം മണ്ണിൽ എഴുതപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മണ്ണിൽ എഴുതി എങ്ങനെ അത് ഒരു കാറ്റടിച്ചാൽ അത് മാഞ്ഞു പോകും. അപ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അപ്പം ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ എല്ലാവരുടെയും, ഞാൻ വിശ്വസിക്കുന്ന ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതായത് കർത്താവിനെ പിൻപറ്റാൻ വേണ്ടി നമ്മളൊരു തീരുമാനം എടുത്ത് കർത്താവിനെ പിൻപറ്റി, ഇതിന് വേറെ ഒരു കണ്ടീഷനും ഇല്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ പിൻപറ്റാനായിട്ടുള്ള തീരുമാനം എടുക്കുമ്പോൾ ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ട്, പേരെഴുതി. പക്ഷെ നമുക്കെല്ലാം പറ്റിയേക്കുന്ന ഒരു കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ പൊതുവെ ക്രിസ്ത്യ കോളത്തിൽ, കാരണം നമ്മൾ ഈ ബൈബിൾ ശരിയായിട്ട് പഠിക്കാത്തതിൻ്റെ കുഴപ്പം കൊണ്ടാണ് പൊതുവെ നമ്മൾ വളരെ വളരെ ലാഘവ ബുദ്ധിയോടെ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നില്ലേ? പൊതുവെ അങ്ങനെയല്ലേ? ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. അതായത് ഏറ്റവും ഈസി ആയിട്ട് ലോകത്തിൽ അറ്റൈൻ ചെയ്യാവുന്ന ഒരു കാര്യം പോലെ പൊതുവെ ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. അല്ലെ ആൾക്കാരെ കുറിച്ച് പറയും, രക്ഷിക്കപ്പെട്ടതൊക്കെ പക്ഷെ ഇങ്ങനെയാണെന്നേ ഉള്ളൂ, അങ്ങനെയും പറയാറുണ്ട്. അങ്ങനെ രക്ഷിക്കപ്പെട്ടതൊക്കെയാണ്. പിന്നെ ചില ആൾക്കാർ പറയാറുണ്ട്, ഞാൻ ഒരാളോട് ചോദിച്ചപ്പം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓർത്തിരിക്കുന്ന സംഭവങ്ങൾ പറയാം. ഒരാൾ ഞാൻ ആൻഡമാനിൽ വെച്ച് പരിചയപ്പെട്ടപ്പം അവർ രക്ഷ പഠിപ്പിക്കുന്ന ഒരു സഭയിലെ അംഗം. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ എന്താ കണ്ടിട്ട് ഭയങ്കരമായിട്ട് തെറിയൊക്കെ പറയുക. അപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛാ രക്ഷിക്കപ്പെട്ടതിന് ചോദിച്ചു. രക്ഷിക്കപ്പെട്ട ഞാൻ 16-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടാണ്. അപ്പോൾ ഈ രക്ഷയെക്കുറിച്ച് വളരെ റോങ് ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മുടെ പ്രസന്റ് ക്രിസ്ത്യാനിറ്റി പോകുന്നത്. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടു, പാസ്റ്റ് ടെൻസ് കറക്റ്റാണ്, അത് പ്രസന്റ് ടെൻസ് ആണ്, ഇനി എന്താണ് ഫ്യൂച്ചർ ടെൻസുമാണ്. അപ്പോൾ ഈ പൗലോസ് പറയുന്ന പോലെ നമ്മൾ മരിക്കാറാവുമ്പോൾ ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ കോഴ്സ് എന്ന് പറയാൻ പറ്റിയെങ്കിൽ മാത്രമേ നമ്മൾ എന്താ പറയുന്നത് ജീവന്റെ പുസ്തകത്തിൽ ഫൈനലായിട്ട് കർത്താവ് എഴുതുള്ളൂ. നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത് പൗലോസ് എന്താ പറയുന്നത്, ഫ്യൂച്ചറായിട്ട് രക്ഷയെക്കുറിച്ച് പറയുന്നത് റോമൻസ് 13:11 വായിക്കുമ്പോൾ, കൂടാതെ ഈ വിനാഴിക ഏതെന്നും നിങ്ങൾക്ക് ഉറക്കം വിട്ട് ഉണരാനുള്ള കാലം ഇപ്പോൾ തികഞ്ഞിരിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നു. നാം ആദ്യം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ ഏറെ അടുത്തെത്തിയിരിക്കുന്നു. റോമൻസ് 13:11 രാജു കിട്ടിയ 13 റോമൻസ് 13:11 നോക്കി. നമ്മൾ ആദ്യം വിശ്വസിച്ച കാലത്തേക്കാൾ രക്ഷ ഇപ്പോൾ, അപ്പൊ രക്ഷയിൽ എത്തിപ്പിടിച്ചിട്ടുണ്ടോ? കിട്ടിയോ രാജു? കിട്ടിയ 13:11. നമ്മൾ ആദ്യം വിശ്വസിച്ചപ്പോഴത്തേക്കാൾ പോള് പറയാ, റോമാക്കാരോട് പറയാം, ഇപ്പൊ രക്ഷ ഏറെ. അപ്പൊ രക്ഷ നമ്മൾ ക്യാച്ച് ചെയ്തിട്ടില്ല. ഇപ്പൊ വിശ്വാസവീരന്മാരുടെ പട്ടിക നമ്മൾ ഹീബ്രൂസ് 11 വായിക്കുമ്പോൾ അവരെ കുറിച്ച് അവരുടെ പേര് ബൈബിളിൽ വരാൻ കാരണം എന്താ? വിശ്വാസം ഉണ്ടെന്നുള്ളതല്ല. ഹീബ്രൂസ് 11:15 ഒന്ന് വായിച്ചു നോക്കി. ഹീബ്രൂസ് 11:15. താങ്കൾ പുറപ്പെട്ട ദേശത്തെ കുറിച്ചാണ് ചിന്തിച്ചിരുന്നതെങ്കിൽ അങ്ങോട്ട് മടങ്ങിപ്പോകാൻ അവർക്ക് അവസരം ഉണ്ടാകുമായിരുന്നു. ഇപ്പോഴാകട്ടെ ഉത്തമദേശത്തെ, അതായത് സ്വർഗീയമായതിനെ അവർ ആഗ്രഹിക്കുന്നു. 13 വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നത് പ്രാപിക്കാതെ വിദൂരത്തിൽ നിന്ന് അത് കണ്ട് അഭിവാദ്യം ചെയ്തിട്ട് തങ്ങൾ ഭൂമിയിൽ പരദേശികളും പ്രവാസികളുമാണെന്ന് ഏറ്റു പറഞ്ഞ് അവർ വിശ്വാസത്തിൽ മരിച്ചു. അപ്പോഴാണ് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആകുന്നത്. അവർ വിശ്വാസത്തിൽ മരിച്ചു. അപ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ രക്ഷിക്കപ്പെട്ടെന്നുള്ളത് വളരെ ലാഘവ ബുദ്ധിയോടെ, അല്ലെങ്കിൽ ഇന്ന നാൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആൾക്കാർ പറയുന്ന സാക്ഷ്യങ്ങൾ ഇതൊക്കെ. പക്ഷെ അതുകൊണ്ട് നമ്മളൊരു കോഴ്സ് എൻറോൾ ചെയ്തിട്ടുള്ളൂ. ഫിലിപ്പിയിലെ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞു, ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുക. അപ്പം ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നെങ്കിലും അറിയണ്ടേ? പലപ്പോഴും അറിയില്ല, ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അറിയത്തില്ല. അതുകൊണ്ട് യോഹന്നാൻ 1 ജോൺ 2 അതെടുക്കുന്നതിന് മുമ്പായിട്ടൊരു, ഇപ്പം നമ്മളോട് ചോദിച്ചാൽ വിശ്വാസത്തിലാണോ, വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ ആണെന്നല്ലേ പറയുള്ളൂ. ഇറ്റ് ഈസ് ട്രൂ, നമ്മൾ വിശ്വാസത്തിലാണ്. പക്ഷെ ബൈബിൾ ഡെഫിനിഷൻ അല്ലെങ്കിൽ ബൈബിൾ പറയുന്ന അനുസരിച്ച് നമ്മൾ വിശ്വാസത്തിലാണോ എന്ന് 1 യോഹന്നാൻ 2 അധ്യായത്തിൽ 1 യോഹന്നാൻ 2 അതിൻ്റെ 4 തുടങ്ങി വായിക്കുമ്പോൾ, ഞാൻ അവനെ അറിയുന്നുവെന്ന് പറയുകയും അവന്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ നുണയനാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ വായിച്ചതാണ് നമ്മൾ ചിന്തിക്കുന്നത്. 3 കാര്യം നിങ്ങൾ ചിന്തിച്ചു. 1, ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിക്കേണ്ട കാര്യം, പ്രലോഭനത്തിൽ പെടാതിരിക്കേണ്ട കാര്യം. 3 എന്താ? നിയമവും ഗ്രേസും തമ്മിലുള്ള വ്യത്യാസം. അതായത്
ഗ്രേസിൽ നിന്ന് നിയമത്തിലേക്ക് പോയാൽ നമ്മൾ വിശ്വാസത്തിൽ നിന്ന് പോയി. കാരണം ഓൾഡ് ടെസ്റ്റമെന്റാ. കാരണം ഓൾഡ് നിയമവും പ്രവാചകന്മാരും യേശുക്രിസ്തു വരെയായിരുന്നു. അതിനുശേഷം സ്വർഗരാജ്യം പ്രസംഗിക്കപ്പെടുന്നു. അതിനകത്ത് നിയമമില്ല. നിയമം അബോളിഷില്ല. കർത്താവായ യേശുക്രിസ്തു കുരിശി മരിച്ചപ്പോൾ നിയമത്തെ അതിന്റെ നിബന്ധനകളോടുകൂടി അല്ലെ നോ ഇൻക്ലൂഡിങ് ജീസസ് വാസ് എ മാൻ അണ്ടർ ലോ. യേശുക്രിസ്തു നിയമത്തിന്റെ കീഴിലാണ്. യേശുക്രിസ്തു ആണ് പെർഫെക്റ്റ് ആയിട്ട് നിയമം അനുസരിച്ചിട്ടുള്ള ഏക വ്യക്തി. ഹി വാസ് എ മാൻ അണ്ടർ ലോ, ജീസസ്. അതുകൊണ്ടാണ് നിയമം നിഷ്കർഷിക്കുന്ന എല്ലാ നീതിയും നിറവേറ്റിയിട്ടുള്ള യോഹന്നാൻ നിറവേറ്റിയിട്ടില്ല. പഴയ നിയമത്തിൽ ഒരു വിശുദ്ധന്മാരും നിറവേറ്റിയിട്ടില്ല. ജീസസ് വാസ് ദി ഓൺലി വൺ ഹു ഫുൾഫിൽഡ് ദി ഡിമാൻഡ്സ് ഓഫ് ദി ലോ. അപ്പൊ ഇതില് അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഇതിൽ നമ്മൾ വായിച്ചു, നമ്മൾ വിശ്വാസത്തിലാണോ എന്ന് എങ്ങനെ അറിയാമെന്ന് അങ്ങനെ തന്നെ ഇതിനകത്ത് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതിൽ വായിച്ചു, ഞാൻ അവനെ അറിയുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ നുണയനാണ്, അയാളിൽ സത്യമില്ല. അവന്റെ വചനം ആര് പാലിക്കുന്നുവോ അയാളിൽ ദൈവസ്നേഹം സത്യമായും പരിപൂർണമാക്കപ്പെടുന്നു. ഇതുവഴി നാം അവനിൽ വിശ്വസിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പൊ എങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത്? ഇപ്പൊ നമ്മൾ തന്നെ നമ്മൾ വിശ്വാസമില്ലാന്ന് ഉറച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ഈ പൊതുവെ ആൾക്കാർ വിചാരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ, ഞാൻ അവനെ അറിയുന്നു എന്ന് പറയുകയും അവന്റെ വചനം അവന്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ നുണയനാണ്, അയാളിൽ സത്യമില്ല. അവന്റെ വചനം ആര് പാലിക്കുന്നു അയാളിൽ ദൈവസ്നേഹം സത്യമായും പരിപൂർണമാക്കപ്പെടുന്നു. ഇതുവഴി നാം അവനിൽ വിശ്വസിക്കുന്നു എന്ന് നമുക്ക്. അപ്പൊ ഇതുവഴി എങ്ങനെ അറിയാമെന്ന് പറഞ്ഞേക്കുന്നത്? നാം ദൈവത്തിന്റെ വചനം അനുസരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ വിശ്വാസിയാന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട്, അല്ലെങ്കിൽ അർത്ഥമില്ല. ഇത് പറയുമ്പോൾ പൊതുവെ ആൾക്കാർ വിചാരിക്കുന്നത് ശരി, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഇതല്ല. ഓരോ ദൈവത്തിന്റെ വചനവും നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരായി. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതാണ്. അതായത് റോമൻസ് 13 വായിക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. വായിച്ചെന്നറിയില്ല എത്ര പേര് റോമൻസ് 13 വായിച്ചായിരുന്നോ? വായിച്ചോ? റോമാലേഖനം 13 വായിച്ചോ? അല്ല, ഞാൻ പറഞ്ഞത് പൊതുവെ ആൾക്കാർ സ്നാനപ്പെട്ടവരൊക്കെ വചനം അനുസരിക്കുന്നവർ, സ്നാനപ്പെടാത്തവർ, അനുസരിക്കാത്തവർ, നോ. ഇതൊക്കെ കോഴ്സിന് എൻറോൾ ചെയ്തിട്ട് ഇത് ഒരു ടീച്ചിങ്ങിൽ അവസാനിക്കുന്ന ഒരു വചനമല്ല ഈ 1 യോഹന്നാനിൽ എഴുതിയേക്കുന്നത്. 1 യോഹന്നാനിലെ ചിന്താവിഷയം എന്ന് പറയുന്നത് 2 കാര്യമാണ്. അതായത് 1 യോഹന്നാൻ നമ്മൾ 5 അധ്യായമുണ്ട്. 5 അധ്യായത്തിൽ യോഹന്നാൻ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒബേയിങ് ദി കമാൻഡ്മെന്റ്സ് ഓഫ് ദി ലോർഡ് ആൻഡ് ലവിങ് ഗോഡ്. ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുക. ഈ റോമൻസ് 13 എന്നെടുത്ത് ഈ കഴിഞ്ഞ ദിവസം നമ്മളൊന്ന് ചിന്തിച്ചിട്ട് പോയതാണ്. പക്ഷെ പൊതുവെ ആൾക്കാർ എന്താ പറയുന്നത്, ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നതിൽ നിന്നാണ് നമ്മൾ വിശ്വാസത്തിലാണോ എന്ന് അറിയാൻ പറ്റുന്നത്. അപ്പോൾ വിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് എല്ലാവരും പറയും. പക്ഷെ ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ബൈബിൾ പറയുന്ന കണ്ടീഷൻ എന്താ? ദീപു, അതായത് പൂർണ്ണമായെന്നുള്ളൂ, അല്ല, നമുക്ക് ഷോർട്ട് കമ്മിങ്സ് വരാം. എന്നാൽ കൽപ്പനകൾ, ഈ ഒരു കൽപ്പനയിൽ എല്ലാ കൽപ്പനകളും അനുസരിച്ചാൽ മാത്രമേ നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്തി ജീവിക്കാൻ പറ്റൂ. വിൽഫുൾ ഡിസൊബീഡിയൻസ് നമുക്ക് ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ പ്രസാദം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ റോമൻസ് 13 പറയുന്നൊരു കാര്യം ഇൻസിഡന്റലായിട്ട് ഞാൻ ചിന്തിച്ചതാ. അതിന്റെ 13 തുടങ്ങി ഇങ്ങനെയാണ് വായിക്കുന്നത്: എല്ലാവരും ഭരണാധികാരികൾക്ക് വിധേയരായിരിക്കട്ടെ, കാരണം ദൈവത്തിൽ നിന്നല്ലാതെ ഒരു അധികാരവും ഇല്ല. നിലവിലുള്ള അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടവയാണ്. അതുകൊണ്ട് അധികാരത്തെ എതിർക്കുന്നവൻ ദൈവം നിശ്ചയിച്ച ക്രമത്തെ എതിർക്കുന്നു. അവർക്ക് ശിക്ഷാവിധി ഉണ്ടാകും. ശിഷ്ടന്മാർക്കല്ല, ദുഷ്ടന്മാർക്കാണ് അധികാരികൾ ഭീഷണിയായിരിക്കുന്നത്. അധികാരത്തെ ഭയപ്പെടേണ്ടി വരരുതെന്ന് നീ ആഗ്രഹിക്കുന്നുവോ? എങ്കിൽ നല്ലത് ചെയ്യുക, നിനക്ക് അയാളുടെ അംഗീകാരം ലഭിക്കും. കാരണം അയാൾ നിന്റെ നന്മയ്ക്കായുള്ള ദൈവദാസനാണ്. പൊതുവെ ദൈവദാസന്മാരെന്ന് പറഞ്ഞ സുവിശേഷം പറയുന്നവരെ മാത്രമേ പൊതുവെ കണക്കാക്കാറുള്ളൂ. ഇതീ പറഞ്ഞേക്കുന്നത് ഓൾ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആർ എന്താന്ന് പറഞ്ഞേക്കുന്നത്? ദൈവദാസന്മാരാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അവർ നന്മയ്ക്കായുള്ള, അയാൾ നിന്റെ നന്മയ്ക്കായുള്ള ദൈവദാസനാണ്. പോലീസ് ഓഫീസറും ദൈവദാസനാണ്. അല്ല, എന്താ പറയുന്നത്, ഓരോ ഗവൺമെന്റ് സെർവൻസും ദൈവത്തിന്റെ ദാസനാണ് നിന്റെ നന്മയ്ക്കായിട്ട്. സുവിശേഷം പറയുന്നവൻ മാത്രമല്ല ദൈവത്തിന്റെ ദൈവദാസനാണ്. നീ തെറ്റ് ചെയ്യുന്നെങ്കിൽ ഭയപ്പെടുക, അയാൾ വെറുതെ അല്ല വാൾ ഏന്തിയിരിക്കുന്നത്. അന്നത്തെ കണ്ടീഷനിൽ വാളായിരുന്നു, ഇന്ന് ചിലപ്പോൾ ലാത്തിയായിരിക്കും, ഗണ്ണായിരിക്കും. എന്താണേലും ആ ഗണ്ണ് ഏന്തിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കുറ്റവാളിയുടെ മേൽ ദൈവത്തിന്റെ ക്രോധം നടപ്പിലാക്കാനുള്ള ദൈവദാസനത്രേ അയാൾ. ഇനി എഴുതിയേക്കുന്നത്, അതുകൊണ്ട് ദൈവത്തിന്റെ ക്രോധത്തെ ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല, മനസാക്ഷി അനുസരിച്ചും ഒരാൾ വിധേയത്വമുള്ളവനായിരിക്കണം. ഇക്കാരണത്താൽ തന്നെ നിങ്ങൾ നികുതി കൊടുക്കുന്നു. കാരണം ഇക്കാര്യങ്ങളിലെല്ലാം വ്യാപൃതരായ ദൈവ ശുശ്രൂഷകരാണ് അധികാരികൾ. അവർക്കെല്ലാം നൽകേണ്ടത് നൽകുക, നികുതി കൊടുക്കേണ്ടവന് നികുതിയും കപ്പം കൊടുക്കേണ്ടവന് കപ്പവും,
ബഹുമാനം കൊടുക്കേണ്ടവന് ബഹുമാനവും ആദരം കൊടുക്കേണ്ടവന് ആദരവും. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ ഗവൺമെന്റ്, അതായത് ഇപ്പോൾ ഒരു മനുഷ്യനോട് കള്ളം പറയുന്നേക്കാൾ വളരെ സീരിയസാണ് ഗവൺമെന്റിനോട് കള്ളം പറയുന്നത്. കാരണം ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി ദൈവത്തിൻ്റെയാണ്. ഇത് പറഞ്ഞേക്കുന്ന ഗവൺമെന്റ് സെർവൻസ് ദൈവത്തിന്റെ ദാസില. ഇപ്പം നമ്മൾ ഏത് രാജ്യത്ത് ജീവിക്കുന്നോ ആ രാജ്യത്തെ നിയമത്തോട് ഡിസൊബേ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡയറക്റ്റ് ഡിസൊബീഡിയൻസ് ടു ഗോഡ്. ഇപ്പം നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചൊരു കാര്യമാണ്. ഇപ്പം ഇവിടെ PR കിട്ടി വന്നാൽ 3 മാസത്തേക്ക് മാത്രമേ നമ്മുടെ പഴയ ലൈസൻസ് വെച്ച് വണ്ടി ഓടിക്കാൻ പറ്റൂ. പക്ഷേ രക്ഷിക്കപ്പെട്ടതാണ്, ഭയങ്കര ദൈവപ്രവർത്തനമായിരിക്കും, സുവിശേഷ വേലയൊക്കെയാ. ദർ ഈസ് നോ പ്രിക്കിംഗ് ഓഫ് കോൺഷ്യൻസ് ഫോർ ഡിസൊബേയിങ് ദി എന്താ പറയുന്നത് റൂൾസ് ഓഫ് ദി നേഷൻ. ഇതിൽ എഴുതിയേക്കുന്ന ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്ക്. അതായത് അതിൻ്റെ 4ാം സെന്റൻസ്, ദൈവത്തിൻ്റെ ക്രോധം, 5ാം സെന്റൻസ്, ദൈവത്തിൻ്റെ ക്രോധത്തെ ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല മനസാക്ഷി അനുസരിച്ചും ഒരാൾ വിധേയത്വമുള്ളവനായിരിക്കും രാജ്യത്തിന്റെ നിയമത്തോട്. അപ്പം 2 കാര്യം പറഞ്ഞേക്കുന്നു. ഒന്ന് മനസാക്ഷി പിന്നെ ഇല്ലാന്ന് കൂട്ടിക്കോ, അല്ലെങ്കിൽ മനസാക്ഷി പ്രിക്കിംഗ് ഒന്നും ഇല്ലാന്നിരിക്കട്ടെ. പക്ഷേ 2ാമത്തെ കാര്യം എന്താ പറഞ്ഞേക്കുന്നത്? ദൈവക്രോധം. രാജ്യത്തിന്റെ നിയമം അനുസരിച്ചില്ല ദൈവക്രോധം. ഞാനിവിടെ കണ്ടിട്ടുണ്ട്. ഇവിടുത്തെ റൂൾസ് ഇച്ച് ഡിഫറൻ്റാണ് നമ്മുടെ നാട്ടിലേക്കാൾ. അപ്പോൾ ഇവിടെ ഇപ്പം ഒരാൾ പറഞ്ഞതാ, ഇനിയിപ്പോൾ നമ്മൾ ആരാന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മളതിൽ നിന്ന് ലെസൺസാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ എന്താ പറയുന്നത് ക്വാറന്റൈൻ ലോസ് വളരെ സ്ട്രിക്റ്റാണ്. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ബയോളജിക്കൽ സാധനങ്ങളൊന്നും കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞ ഒരു വിശ്വാസി ഇന്ന് ലോകം വിളിക്കുന്ന വിശ്വാസി അല്ലെങ്കിൽ വിശ്വാസിയാണെന്നുള്ളത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റത്തുള്ളൂ. അപ്പം കപ്പക്കോല് കൊണ്ടുവന്നു പറഞ്ഞു. കപ്പക്കോൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടപ്പിയൊക്ക. അപ്പോൾ എങ്ങനെ കൊണ്ടുവന്നു വെച്ചാൽ സ്യൂട്ട് കേസിനകത്ത് ഒരു മെറ്റൽ റിബുണ്ട്, കണ്ടോ, ഒരു ബലം കൊടുക്കാൻ വേണ്ടിയിട്ട്, കണ്ടല്ലേ, അതിൻ്റെ തളർന്ന് വീഴാതിരിക്കാൻ വേണ്ടി. അപ്പം മെറ്റൽ റിബ് മാറ്റിയിട്ട് ഒരു കപ്പക്കോലകത്ത് വെച്ചു. അപ്പോൾ അതിങ്ങനെ കടത്തിക്കൊണ്ട് വന്നു. എന്നിട്ട് ഇപ്പോൾ കപ്പ കൃഷി ഉണ്ടെന്ന് പറഞ്ഞു. നോക്ക്, നമ്മൾ വിചാരിക്കുന്ന ഗവൺമെന്റിനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് തട്ടിച്ച് കടന്നു പോന്നാലും നമ്മൾ മിടുക്കരായി തന്നോ. ഒരു രാജ്യത്തിന്റെ നിയമം അനുസരിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ക്രോധം ഉണ്ടാവും. ഇവിടെ ഒരു ബോർഡർ ടു ബോർഡർ കടത്തുമ്പോൾ ഫ്രൂട്ട്സ് കടത്താൻ പാടില്ല, നിയമമുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു കാര്യം, ഇതിൽ നമുക്ക് മനസാക്ഷിയുടെ കാര്യമല്ല, ദൈവത്തിന്റെ ക്രോധം. ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിനാണെങ്കിൽ ഇവിടുത്തെ റൂളുണ്ട്. നമുക്ക് ഇപ്പോൾ 457 വിസ ആണെങ്കിൽ ആ ലൈസൻസ് വെച്ച് എത്ര നാൾ വേണമെങ്കിലും ഓടിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ PR കിട്ടിയ 3 മാസത്തേക്ക് അതിന് വാലിഡിറ്റി ഉള്ളൂ. അതിനൊക്കെ ഒരു ലോജിക്കുണ്ട്. കാരണം PR കിട്ടിയേക്കുന്നവന് അവിടെ സ്ഥിരം താമസിക്കാനുള്ള ആളാണ്. അതായത് രാജ്യത്തിന്റെ നിയമത്തെ നമ്മൾ ആദ്യം ചിന്തിച്ച 1 John 2:4 ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ വിശ്വാസിയാണോ എന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഇവിടെ ലേണേഴ്സ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ 25 മണിക്കൂർ സൂപ്പർവൈസ്ഡ് ഡ്രൈവിംഗ് ആണ്. അപ്പം ഞാൻ ഇവിടെ എന്താ പറയുക, നമ്മുടെ നാട്ടുകാരോട് ചോദിക്കുമ്പോൾ അപ്പോൾ അവരെങ്ങനെ അറിയുന്നത് നമ്മൾ സൂപ്പർവൈസ്ഡ് ഡ്രൈവിംഗ് നടത്തിയില്ലോ? നമ്മുടെ ആൾക്കാർ എന്താ പറയുന്നത്, ഒരു മുകളിലുള്ളൊരു കണ്ണിനെ കുറിച്ചൊരു ഭയമേ ഇല്ല. അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിയമം അനുസരിക്കുന്ന കാര്യത്തിൽ വിശ്വാസിക്കോ അവിശ്വാസിക്കോ ഒന്നും ഒരു പ്രിക്കിംഗ് ഓഫ് കോൺഷ്യൻസും ഇല്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ദൈവക്രോധം ഉണ്ടാക്കും നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ നമ്മൾ വിശ്വാസിയാണോ എന്ന് അറിയുന്നത് നമ്മൾ നിയമങ്ങൾ ഉണ്ട്. ദൈവത്തിന്റെ വചനം അനുസരിക്കുക. ആ ദൈവത്തിന്റെ വചനം പറയുന്ന കാര്യം തന്നെയാണ് രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുക എന്ന് പറയുന്നത്. കാരണം ഇത് നമ്മുടെ നാട് പോലെയല്ല. ഇവിടെ വലിയ പോലീസ് ടെസ്റ്റിങ്ങോ ചെക്കിങ്ങോ ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ലോലെസ്നെസ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അന്തിക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഏറ്റവും വലിയ ക്യാരക്ടർ എന്താ? അന്തിക്രിസ്തു എവിടെ നിന്ന് പുറപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നത്? അതായത് ക്രിസ്ത്യ സഭയിൽ നിന്ന്, അല്ലെങ്കിൽ ക്രിസ്ത്യ കൂട്ടത്തിൽ നിന്ന് അന്തിക്രിസ്തു വരുള്ളൂ. 1 John എഴുതിയിട്ടുണ്ട്, പൗലോസ് എഴുതിയിട്ടുണ്ട്, യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ അന്തിക്രിസ്തുവിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്താ പറഞ്ഞിരിക്കുന്നത്? അല്ല, അത്ഭുത അടയാളമല്ല, പലത് പറഞ്ഞിട്ടുണ്ട്. അല്ല, നമ്മൾ ഇതുമായിട്ടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ 2 Thessalonians 2 അപ്പം നമ്മൾ കാരണം യോഹന്നാൻ പറഞ്ഞു അനേക അന്തിക്രിസ്തുമാർ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന്. ഒന്നാം നൂറ്റാണ്ടിൽ പറഞ്ഞേക്കും ഒത്തിരി അന്തിക്രിസ്തു വായിച്ചിട്ടില്ലേ? അനേക അന്തിക്രിസ്തുമാർ പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അന്തിക്രിസ്തുമാർ പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി അന്തിക്രിസ്തു ഉണ്ടെന്നാണ്. ഒരു അന്തിക്രിസ്തു വരുള്ളൂ. പക്ഷേ അന്തിക്രിസ്തുവിന്റെ ക്യാരക്ടർ ഈ 1-ാം നൂറ്റാണ്ടിൽ തന്നെ ചർച്ചിൽ വെളിപ്പെട്ടിട്ടുണ്ട്. 2 Thessalonians 2 അത് ഇംഗ്ലീഷിൽ നിന്ന് വായിക്കുമ്പോൾ അതിൻ്റെ 8ാമത്തെ സെന്റൻസ് ഇംഗ്ലീഷിൽ നിന്ന് വായിക്കും. കേട്ടോ എന്താ പറഞ്ഞേക്കുന്നത് അന്തിക്രിസ്തുവിനെ കുറിച്ച്? ദി ലോലെസ് വൺ.
അതായത് നിയമം അനുസരിക്കാത്തവനാണ്. അപ്പം നമ്മൾ ക്രിസ്തീയ സഭയിലാണ് അന്തിക്രിസ്തു സ്റ്റാർട്ട് ചെയ്യുന്നത്. എവിടെയാ? അപ്പം നമ്മൾ ലോലെസ് ആകുമ്പോൾ, നിയമം അനുസരിക്കാത്തവനാകുമ്പോൾ നമ്മളിലുള്ള സ്പിരിറ്റ് ഏതാ? അതാണ് അന്തിക്രിസ്തുവിന്റെ സ്പിരിറ്റ്. 1 യോഹന്നാൻ പറഞ്ഞു, 1 യോഹന്നാൻ 2 അധ്യായത്തിൽ ഫസ്റ്റ് ജോൺ 2:18 തുടങ്ങി വായിക്കുമ്പോൾ, കുഞ്ഞുങ്ങളെ അവസാന നാഴികയായിരിക്കുന്നു, എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ പല എതിർ ക്രിസ്തുമാരും ഇപ്പോൾ വന്നു കഴിഞ്ഞു. അങ്ങനെ അവസാന നാഴികയായിരുന്നു നാം അറിയുന്നു. അവൻ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പുറപ്പെട്ടു, എന്നാൽ അവർ നമ്മുടേതായിരുന്നില്ല. നമ്മുടേതായിരുന്നെങ്കിൽ അവർ നമ്മോടൊത്ത് തുടരുമായിരുന്നു. അവർ പുറത്തു പോയത് തന്നെ അവരാരും നമുക്കുള്ളവരല്ലെന്ന് വ്യക്തമാക്കാനാണ്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ അന്തിക്രിസ്തുവിന്റെ ഒരു ക്യാരക്ടർ എന്താ? നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിൽ വായിച്ചത് ലോലെസ് വണ്ണാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ലോലെസ് ആയിട്ട്, അല്ലെങ്കിൽ നിയമത്തിന് നമ്മൾ കീഴടങ്ങാതിരിക്കുമ്പോൾ, അതിനെക്കുറിച്ചാണ് ഈ യോഹന്നാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ഒത്തിരി പേര് ലോലെസ് ആയിട്ടുള്ളവരുണ്ടായിരുന്നു. ഇത് യോഹന്നാൻ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അവരെ കൂട്ടത്തിൽ നിന്ന് പോയി. അതായത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അവർ പോയി. കാരണം അന്തിക്രിസ്തുവിന്റെ ആത്മാവ് വെളിപ്പെട്ടപ്പോൾ അതിനെ നിശ്ചിതമായിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ട് പഠിപ്പിക്കുന്ന ആ ചർച്ചയായിരുന്നു യോഹന്നാൻ, അല്ലെങ്കിൽ എഴുതിയിരിക്കുന്ന യോഹന്നാന്റെ ഒക്കെ ലേഖനങ്ങളിലൂടെ അവർ കറക്റ്റായിട്ടുള്ള സത്യങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ലോലെസ് ആയിട്ടുള്ളവരൊക്കെ എന്ത് ചെയ്തു? കർത്താവിന്റെ കൂടെ നിന്ന് പോയാൽ ഇത് ബുദ്ധിമുട്ടുള്ള പ്രബോധനമാണ്, ഇത് അനുസരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ അവർ വിട്ടുപോയി. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അന്തിക്രിസ്തു ഒരു ദിവസം പെട്ടെന്ന് ഓളോണെ സടഞ്ഞ് വരില്ല. 1-ാം നൂറ്റാണ്ടിൽ തുടങ്ങി ഇങ്ങനെ വഴി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. 1-ാം നൂറ്റാണ്ടിൽ സഭയിലുണ്ടായിരുന്നത് യോഹന്നാൻ പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു, അവര് കൂട്ടത്തിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതി ഒരു പേര് ലോലെസ് വണ്ണാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഏത് രാജ്യത്ത് ജീവിക്കുന്നോ ആ രാജ്യത്തിന്റെ നിയമങ്ങൾ നമ്മൾ അനുസരിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അന്തിക്രിസ്തുവിന്റെ ആത്മാവ് കയറും, ലോലെസ് ആത്മാവ് കയറും. നമ്മൾ ആരും പിടിച്ചില്ല, പോലീസ് പിടിച്ചില്ല, പക്ഷെ പിടിക്കുന്ന ഒരു കണ്ണ് മുകളിലുണ്ട്, കാണുന്ന ഒരു കണ്ണ് മുകളിലുണ്ട്. അപ്പം യഥാർത്ഥമായിട്ടുള്ളൊരു ഗോഡ്ലി ലൈഫ് എന്ന് പറയുന്നത് മനുഷ്യൻ കണ്ടോ കണ്ടില്ലയോ എന്നുള്ളതല്ല. പൊതുവെ ആൾക്കാർ പറയും, പൊതുവെ ലോകത്തിന്റെ ഒരു കൾച്ചർ ആൻഡ് കൺസെപ്റ്റാ, ആരെങ്കിലും കാണുന്നു? നോ. യോഹന്നാൻ അല്ലെ പഴയ നിയമത്തിൽ ജോസഫിനെ നമ്മൾ കാണുന്നുണ്ട്. ജോസഫിന് ആരും കാണാത്ത പാപ സാഹചര്യം വന്നപ്പോൾ ജോസഫ് പറയുന്നത് എന്താ? ഞാൻ എൻ്റെ ദൈവത്തിനെതിരെ എങ്ങനെ പാപം ചെയ്യും? അപ്പോൾ ബി സെൻസിറ്റീവ് ടു ദി ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനോടുള്ള സെൻസിറ്റിവിറ്റി പോയി കഴിഞ്ഞാൽ നമുക്ക് ഏത് പാപം ചെയ്യാൻ പറ്റും? കുറെ കഴിയുമ്പോൾ ഓരോന്നോരോന്ന് ഡിസൊബേ ചെയ്ത് ഏത് പാപം അനുസരിക്കാവുന്ന ഒരു പാപം ചെയ്യാൻ ഒരു പ്രിക്കിങ്ങും ഇല്ലാത്ത അവസ്ഥയിലെത്തും. അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിച്ചത് ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുക. ദൈവത്തിന്റെ വചനത്തിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ടോ? എനിക്ക് വേണ്ട. ദൈവത്തിന്റെ വചനം പ്രൊഹിബിറ്റ് ചെയ്യുന്ന കാര്യമാണോ? എനിക്ക് വേണ്ട. കാരണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ വചനത്തെ അനുസരിച്ചാൽ നമുക്ക് നന്മ വരും. നമ്മുടെ നന്മയ്ക്കായിട്ട് മാത്രം എഴുതി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനം. എന്ത് കാര്യം ദൈവത്തിന്റെ വചനം വേണ്ടാന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത് ഒന്നോടെ ദൈവത്തോട് ആലോചന ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? രണ്ടാമത് ചോദിച്ചാൽ ദൈവം എന്ത് പറയും? മിക്കവാറും ചെയ്തോളാൻ പറയും. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ബലിയാൻ പോയി, രണ്ടാമത് ചോദിച്ചു. ആദ്യം പറഞ്ഞു പോണ്ടെന്ന് പറഞ്ഞു, രണ്ടാമത് ചോദിച്ചു പോയിക്കോളാൻ പറഞ്ഞു. കാരണം അത് നല്ല ഹൃദയത്തിൽ നിന്നല്ല, നമുക്ക് നല്ല ഹൃദയത്തിൽ നിന്നുള്ളവർക്ക് ഒന്ന് പറഞ്ഞ് അനുസരിക്കും. കാരണം നമ്മളൊരു സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം ഒരു പ്രാവശ്യം അരുൾ ചെയ്തു, 2 പ്രാവശ്യം ഞാനത് കേട്ടു. ഈ ഹീബ്രൂസിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഹീബ്രൂസ് 12 അരുൾ ചെയ്തവനെ, ഹീബ്രൂസ് 12 25 തുടങ്ങി വായിക്കും. അന്ന് വായിച്ചപ്പോൾ അരുൾ ചെയ്യുന്നവനെ തള്ളിക്കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഭൂമിയിൽ മുന്നറിയിപ്പ് നൽകിയവനെ തള്ളിക്കളഞ്ഞവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് മുന്നറിയിപ്പ് നൽകുന്നവരെ തള്ളിക്കളഞ്ഞാൽ രക്ഷപ്പെടുക അത്രയധികം. അതെ, നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അരുൾ ചെയ്തവനെ തള്ളിക്കളയരുത്. ദൈവത്തിന്റെ കൽപ്പന ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ ചോദിക്കരുത്, രണ്ടാമത് ഒപ്പീനിയൻ ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ദൈവം ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യരുത്. നമ്മൾ അതിനുവേണ്ടി കഷ്ടം സഹിക്കേണ്ടി വന്നാൽ, ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്നാൽ അതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം കഷ്ടം സഹിക്കാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റത്തില്ല. അപ്പസ്തോലന്മാർ പഠിപ്പിച്ച സുവിശേഷം കഷ്ടമില്ലാത്ത സുവിശേഷമായിരുന്നു. അനേകം കഷ്ടങ്ങളിലൂടെ നമ്മൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് പഠിപ്പിച്ചു. എന്നാൽ ഇന്നത്തെ സുവിശേഷം ഒരു കഷ്ടമില്ല, വാഗ്ദത്തങ്ങൾ മാത്രം, അതിന്റെ ടിപ്പ് മാത്രം, വിളവെടുക്കുന്ന അല്ലെ അതിന്റെ അനുഗ്രഹങ്ങൾ മാത്രം പറയുന്ന സുവിശേഷം കള്ള സുവിശേഷം. കാരണം അനേകം കഷ്ടങ്ങളിലൂടെ ദൈവത്തിന്റെ വചനം, അതാ നമ്മൾ ആദ്യം ചിന്തിച്ച വേദക്കാരന്റെ ഉപമയിൽ വായിച്ചു. നല്ല ഹൃദയത്തിൽ വീണ വിത്തിന്റെ ക്വാളിറ്റി എന്താ? നമ്മൾ മുള്ളിനിടയിൽ വീണതിന്റെ പറഞ്ഞുള്ളൂ.
കാരണം മജോറിറ്റി ഓഫ് ദി ബിലീവേഴ്സ് എന്ന് പറയുന്നത് മുള്ളിനിടയിലാണ്. മുള്ളിനിടയിൽ വീണ വിത്തിന്റെ ക്വാളിറ്റി എന്താ? നമ്മുടെ സമയം പെട്ടെന്ന് തീരും. അതുകൊണ്ട് ആ രണ്ട് ക്വാളിറ്റിയും കൂടെ നമുക്ക് ചിന്തിച്ചിട്ട് രണ്ട് കാര്യം കൂടെ ചിന്തിക്കാനുണ്ട്. ഒന്ന് ടെംപ്റ്റേഷൻ, ദെൻ ലോയും ഗ്രേസും തമ്മിലുള്ള വ്യത്യാസം. ഒത്തിരി ഡീപ്പാണ്, മീൻസ് വൈഡാണ്, ഡീപ്പല്ല വൈഡാണ്. ഡീപ്പായിട്ടൊന്നുമില്ല ബൈബിളിൽ, എന്താ പറയുന്നത്, എല്ലാം സിമ്പിളായിട്ടുള്ള കാര്യങ്ങളുള്ളൂ. പക്ഷെ വൈഡാണെന്നുള്ളൂ. മുള്ളിനിടയിൽ വീണത് ഏതാ? ക്വാളിറ്റി എന്താ? മുൾച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടു എന്നത് മറ്റു ചിലരാണ്. അവർ വചനം കേൾക്കുന്നു, പക്ഷെ ലൗകിക വ്യഗ്രതകളും സമ്പത്തിന്റെ ആകർഷണവും മറ്റു മോഹങ്ങളും കടന്നു വന്ന് വചനത്തെ ഞെരുക്കുന്നു. തൻപോലും അത് ഫലം നൽകുന്നില്ല. അപ്പൊ 3 കാര്യം പറഞ്ഞേക്കുന്നത്. ഒന്ന്, ലൗകിക വ്യഗ്രത എന്ന് പറഞ്ഞാൽ കൺസേൺസ് ഓഫ് ദി ലൈഫ്. നമുക്ക് പലർക്കും വചനം അനുസരിക്കാൻ പറ്റാത്തത് ഭാവിയെക്കുറിച്ചുള്ള കൺസേണാണ്. ശവാടൊക്കെ എങ്ങനെ നടക്കും, പലരും ചോദിക്കാറുണ്ട്. നമുക്കൊരു ഓർഗനൈസേഷൻ ഇല്ല, ഈ കാര്യം എങ്ങനെയാണ് നടക്കുന്നത്. അപ്പം ദൈവത്തേക്കാൾ നമ്മൾ ബുദ്ധിമാന്മാരാണ്. 1-ാം നൂറ്റാണ്ടിൽ സഭകൾക്ക് ഒരു ഓർഗനൈസേഷനും ഇല്ലായിരുന്നു. പലപ്പോഴും ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ചർച്ചിന് അങ്ങനെയല്ല രജിസ്ട്രേഷൻ ഉണ്ടോന്ന്. കേരളത്തിൽ പൊതുവെ ചോദിക്കുന്ന ഒരു കാര്യം, ചർച്ചിന് രജിസ്ട്രേഷൻ ഉണ്ടെന്ന്. രാജ്യം ഒരു ചർച്ചിന് രജിസ്ട്രേഷൻ ഇല്ല. അതായത് കേരളത്തിൽ ചർച്ച് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ചോദിച്ച് ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അന്വേഷിക്കില്ലായിരുന്നു. അപ്പം രജിസ്ട്രേഷൻ ഉണ്ടെന്ന് പറയുന്നത് എന്താണെന്നറിയാം? രജിസ്ട്രേഷൻ അല്ല, കുറിയൊന്നുമല്ല. അതായത് സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. സൊസൈറ്റിക്ക് ബൈബിൾ പ്രമാണങ്ങളല്ല, വേറെ ലോസ് ഉണ്ട്. അപ്പോൾ സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഞങ്ങളുടെ ചർച്ച് രജിസ്റ്റേർഡാന്ന് പറയും. നമ്പർ 1 ലൈ ആണ്. ചർച്ച് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല കേരളത്തിൽ. അപ്പോൾ അതിനും ബൈലോസ് ഉണ്ട്. ഇത്ര ഹൗ ഫ്രീക്വന്റ് കൂടണം, ഇത്ര മീറ്റിംഗ് കൂടണം, ഇത്ര ഇലക്ഷൻ നടത്തിയിരിക്കണം, ഓഡിറ്റഡ് അക്കൗണ്ട് ഗവൺമെന്റിന് കൊടുക്കണം, എന്നിട്ട് പറയും ഞങ്ങളുടെ ചർച്ചിന് രജിസ്ട്രേഷൻ ഉണ്ടെന്ന്. അപ്പം ഇവിടെ വന്നപ്പോൾ ഞാൻ അറിഞ്ഞു ഇവിടെയും ചർച്ച് രജിസ്ട്രേഷൻ സൊസൈറ്റി പോലെയാണ്. അപ്പം ഞങ്ങളുടെ ചർച്ചിന് രജിസ്ട്രേഷൻ ഉണ്ട്, ABN നമ്പർ ഉണ്ടെന്ന് പറഞ്ഞു. ABN നമ്പർ ബിസിനസ്സിനാണ്. അപ്പോൾ ഈ പൊതുജനം എന്താ പറയുക, നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ പൊതുജനം ഇതിനെക്കുറിച്ച് താല്പര്യം എടുക്കാത്തതുകൊണ്ട് ആരും ഇതിൽ ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല എന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചിന്തിച്ചത് എന്താ? ലൗകിക വ്യഗ്രത. ശവാടൊക്കെ എവിടെ നടത്തും, കല്യാണം എവിടെ നടത്തും? എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താ? കർത്താവിനെ പിൻപറ്റിയിട്ടുള്ള ഒരു മനുഷ്യന്റെയും ഒരു നന്മയും ഒരു കാലത്തും മുടങ്ങിയിട്ടില്ല. നമുക്ക് വിശ്വാസികളുടെ പിതാവ് അബ്രാഹാം അല്ലേ? അബ്രാഹത്തിന് ഇതെല്ലാം അബ്രാഹാം ഫേസ് ചെയ്തിട്ടുണ്ട്. അബ്രാഹത്തിന്റെ ഭാര്യ മരിച്ചപ്പോൾ അനാഥ ജഡമായിട്ട് റോഡ് സൈഡിൽ കിടന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇങ്ങനെ കാണുന്നത്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളിടത്ത് അബ്രാഹത്തിന്റെ ഭാര്യയുടെ ശവാടക്ക് നടന്നു. അബ്രാഹത്തിന്റെ മോന്റെ കല്യാണം ആവശ്യം വന്നു. അതായത് ദൈവം സൂപ്പർ നാച്ചുറലായിട്ട് ഇസഹാക്കിന് ഭാര്യയെ കൊടുത്തു. അപ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇതാണ് ലൗകിക വ്യഗ്രതകൾ. കാരണം ഈ വ്യഗ്രതയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ പലപ്പോഴും ഇങ്ങനെ എന്താ പറയുന്നത്, വചനപ്രകാരം സഭ തെറ്റാണെങ്കിലും, ഇപ്പോൾ ഈ അടുത്തിടെ ഒരാൾ പറഞ്ഞാൽ 90% ശരിയാണ്. ദൈവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് എന്താ? ദൈവം 90% ശരിയാണെന്നാണ് വായിക്കുന്നത്. ദൈവത്തെക്കുറിച്ച് എന്താ പിന്നെ വായിക്കുന്നത്? ദൈവത്തെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നമ്മൾ അറിയണം. ദൈവത്തെക്കുറിച്ച് എന്താ? അല്ല, ദീപം എന്താ ദൈവത്തെക്കുറിച്ച് യോഹന്നാൻ പറയുന്നത് എന്താ? ഞങ്ങളുടെ കൈകൾ കൊണ്ട് തൊട്ടത്, കണ്ണുകൾ കൊണ്ട് കണ്ടത്, കാതുകൾ കൊണ്ട് കേട്ടതുമായിട്ടുള്ള ജീവന്റെ വചനത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എന്നിട്ട് അവനിൽ ഇരുട്ട് ഒട്ടുമില്ല, പെർഫെക്റ്റ് ആണ്. അതായത് 99% ശരിയായാലും ദൈവത്തിന്റെ അടുത്ത് നമുക്ക് ചെല്ലാൻ പറ്റത്തില്ല. 99.9 ആയാലും രക്ഷയില്ല. അവനിൽ ഇരുട്ട് അല്പം പോലും ഇല്ല. നമുക്ക് നുണ പറയാൻ ഇന്റൻഷൻ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ പറ്റത്തില്ല. അസൂയപ്പെടാൻ പരിപാടി ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റത്തില്ല. അപ്പോൾ 0 നുണ, 0 അസൂയ, 0 ദ്രവ്യാഗ്രഹം, 0 ലോകസ്നേഹം, ഇതൊക്കെ ദൈവത്തിന്റെ അടുത്തുള്ള ക്വാളിറ്റീസ്. അപ്പോൾ ഇത് പറഞ്ഞേക്കുന്ന ലൗകിക വ്യഗ്രത കാരണം. അപ്പോൾ ഇങ്ങനെയുള്ള കൺസേൺസ് ഉണ്ട്. മക്കളെ എവിടെ കല്യാണം കഴിച്ചു വിടും, അല്ലെങ്കിൽ സമ്പാദിച്ചില്ലെങ്കിൽ എൻ്റെ കാര്യം എന്താവും, ഇങ്ങനെയുള്ള വ്യഗ്രത ഉണ്ടെങ്കിൽ രക്ഷിക്കപ്പെട്ട ആൾ എവിടെ ഇരിക്കുന്നത്? മുള്ളിനിടയിലാണ്. രണ്ടാമത്തെ കാര്യം എന്താ? ലൗകിക വ്യഗ്രത. ഈ സമ്പത്തിന്റെ ആകർഷണം എന്നുള്ളത് ഇംഗ്ലീഷിലൊന്ന് വായിക്കാം. അഫൈമേഡ് കണ്ടോ? ഈ സമ്പത്തിന്റെ ആകർഷണം എന്നുള്ളതിനേക്കാൾ എത്രയോ കറക്റ്റായി ഇംഗ്ലീഷ് വേർഡ്. എല്ലാവർക്കും അറിയാം, ഡിസീറ്റ്ഫുൾനെസ് ഓഫ് റിച്ചസ്. അതാണ് കറക്റ്റ്. ഡിസീറ്റാണ്. കാരണം പണത്തിന്റെ, നമ്മൾ നോക്ക്, എല്ലാ മനുഷ്യർക്കും പണത്തിനോടൊരു അട്രാക്ഷൻ ഉണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, പണം ഡിസീവിങ് ആണ്. ബൈബിളില് ഡിസീവർ എന്ന് എഴുതിയിട്ടുണ്ട്. ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്? അപ്പൊ പിശാച് ഡിസീവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെപ്പൺ എന്ന് പറയുന്നത് പണം. അവിടെ മുള്ളിനിടയിൽ എഴുതിയേക്കുന്ന വിത്തിന്റെ ക്വാളിറ്റി എഴുതിയേക്കുന്നിടത്ത് ഡിസീറ്റ്ഫുൾനെസ് ഓഫ് ദി റിച്ചസ് ആണ്. നമുക്ക് സുവിശേഷ ഗോളം എടുത്താൽ സാമ്പത്തികമായിട്ടുള്ള
തിരുമറികൾ മുഖാന്തരമാണ് ക്രിസ്തീയ സാക്ഷ്യം ലോകത്തിൽ പോയേക്കുന്നത്. വേറെ ഒന്നുമല്ല. ഇപ്പം എന്താ പറയുന്നത്, കുഞ്ചൻ നമ്പ്യാർ ആരോ പറഞ്ഞു കനകം മൂലം കാമിനി മൂലം എന്ന് പറഞ്ഞെങ്കിലും ബൈബിളല്ല വിശ്വാസഗോളം കൂടുതൽ എന്താ പറയുന്നത് കർത്താവിൻ്റെ നാമത്തെ ദുഷിപ്പിച്ചേക്കുന്നത് കാമിനി മൂലമല്ല, കനകം മൂലം തന്നെയാണ്. അപ്പോൾ ഡിസീറ്റ്ഫുൾനെസ് ഓഫ് ദി റിച്ചസ്, നമ്മളൊന്ന് ആലോചിച്ചൊക്കെ, ആർ വി ഡിസീവ്ഡ് ബൈ ദി അട്രാക്ഷൻസ് ഓഫ് ദി റിച്ചസ്? ലോകത്തെ മുഴുവൻ ഡിസീവ് ചെയ്യുന്നതാണ് പിശാചിനെ എഴുതിയേക്കുന്നത് അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതാ, ഈ റെവലേഷൻ 20:3 എന്ന് വായിച്ചെങ്കിൽ. അപ്പൊ പിശാചിന് വെറുതെ വന്ന് ഡിസീവ് ചെയ്യാൻ പറ്റത്തില്ല. പിശാച് ഡിസീവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അപ്ലയൻസ് അല്ലെ, ഉപകരണം അല്ലെ, മീഡിയമാണ് സമ്പത്ത്. അതിനെ ആ പാതാള ഗർത്തത്തിലേക്ക് എറിഞ്ഞു. 1000 മത്സരം അവസാനിക്കും വരെ ഇനിയും അത് ജനതകളെ വഞ്ചിക്കാതിരിക്കാൻ ഗർത്തം അടച്ചു. അത് വായിക്കാം, മറ്റേ ഇംഗ്ലീഷിൽ നിന്ന് വായിക്കാം. ഡിസീവ് എന്നുള്ള വേർഡ് കിട്ടണമെങ്കിൽ കണ്ടോ, പിശാചിന്റെ അപ്പൊ പ്രവർത്തനം എന്താ? ഹീസ് ഓൾവേസ് ഡിസീവിങ് ദി പീപ്പിൾ. അവിടെ നമ്മൾ കണ്ടു ദി ഡിസീറ്റ്ഫുൾനെസ് ഓഫ് ദി റിച്ചസ്. അപ്പൊ ഈ പിശാചും പണവും തമ്മിൽ വളരെ ബന്ധപ്പെട്ട കിടക്കുന്നു. നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ തന്നെ എന്താ പറയുന്നത്, ഈ ഉപമ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഉപമയും പഠിക്കാമെന്ന് കർത്താവ് പറഞ്ഞ പോലെ തന്നെ. അപ്പൊ പിശാചിന്റെ ഡിസീവിങ്ങും ഈ റിച്ചസുമായിട്ട് ബന്ധപ്പെട്ട കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വളരെ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ദൈവഹിതപ്രകാരം സമ്പത്തിനെ ഉപയോഗിക്കാത്ത എല്ലാ ആൾക്കാരും പിശാചിന്റെ കയ്യിലാണ്. പണം ആവശ്യമാണ്, പണം ഇല്ലാതെ നമുക്ക് ഇലക്ട്രിസിറ്റി പോലെ തന്നെ ഒരു എസെൻഷ്യൽ സാധനം പണം. അല്ലെങ്കിൽ വെള്ളം ഇല്ലാതെ ഒരു ദിവസം ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞേക്കുന്ന പോലെ തന്നെ പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഈ ദൈവഹിതപ്രകാരം നമുക്ക് ദൈവം തന്നിരിക്കുന്ന സമ്പത്തിനെ ഉപയോഗിച്ചില്ലെങ്കിൽ യു ആർ ഓൾറെഡി ഇൻ ഹിസ് ഹാൻഡ്. ദൈവത്തിന്റെ കയ്യിലല്ല, പിശാചിന്റെ കയ്യിലാണ്. അപ്പം മുള്ളിനിടയിലാണോ നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി. നമുക്ക് ദൈവം തന്നേക്കുന്ന സമ്പത്ത് വാട്ട് എവർ ഇറ്റ് ഈസ്. വിധവയ്ക്ക് 2 ചെമ്പ് നാണയം ഉണ്ടായിരുന്നുള്ളൂ. ആ 2 ചെമ്പ് നാണയം വിധവ കർത്താവിന്റെ മഹത്വത്തിനായിട്ട് ഉപയോഗിച്ചു. അതുകൊണ്ട് വിധവ ഉപയോഗിച്ച പോലെ 2 ചെമ്പ് നാണയം കൊണ്ട് പണ്ടാരി തീർന്നെന്നല്ല ഞാൻ പറഞ്ഞേ. ഇതിനകത്ത് ഇത്രയും മാത്രമേ ഉള്ളൂ. ഇപ്പൊ സക്കായിയുടെ മാനസാന്തരത്തെ ദൈവം അക്സെപ്റ്റ് ചെയ്തു. ദൈവം അക്സെപ്റ്റ് ചെയ്തതിനെ നമ്മൾ കൺസിഡർ ചെയ്തേ പറ്റൂ. അപ്പോൾ സക്കായി പറഞ്ഞു, എൻ്റെ സമ്പാദ്യത്തിൽ പകുതി ദരിദ്രർക്ക്, പിന്നെ കട്ട് മോഷ്ടിച്ചു എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ്. അപ്പം നോക്ക്, റെസ്റ്റിറ്റ്യൂഷൻ ചെയ്ത് നമ്മുടെ സമ്പാദ്യത്തിൽ പകുതി എന്നുള്ളതല്ല, പെർസെൻറ്റേജ് ഒന്നും അറിയണ്ട. നമ്മുടെ സമ്പാദ്യം നമ്മുടെ എന്താ പറയുന്നത് നീഡ്സ് മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പകുതിയോ ദശാംശം കൊടുക്കണമെന്നൊന്നും ന്യൂ ടെസ്റ്റമെന്റ് ടീച്ചിങ് ഇല്ല. ബട്ട് യു ആർ ടു ഡിസൈഡ്. ഇത്രയേ ഉള്ളൂ. ദൈവം അതിനെ അപ്രൂവ് ചെയ്യുന്നെങ്കിൽ പിന്നെ മനുഷ്യൻ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പം ലൗകിക വ്യഗ്രതകൾ, സമ്പത്തിന്റെ ആകർഷണം എന്നുള്ളത് മാറ്റിയിട്ട് ഡിസീറ്റ്ഫുൾനെസ് ഓഫ് ദി റിച്ചസ്. പിന്നെ എന്താ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കുന്നത്, മറ്റു മോഹങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എഴുതപ്പെടാത്ത എല്ലാ മോഹങ്ങളും ഉണ്ട്. അപ്പം യോഹന്നാൻ പറഞ്ഞു എന്തൊക്കെയാ ഈ ലോകത്തിലുള്ളതെല്ലാം? കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഈ 3 ഇതിൽക്കൂടെയാണ് പിശാച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ രണ്ടാമത് ചിന്തിച്ച കാര്യം, പ്രലോഭകൻ വല്ലവിധേനയും പ്രലോഭിപ്പിച്ച് അധ്വാനം നഷ്ടപ്പെടും. അപ്പോൾ പിശാചിന്റെ പ്രലോഭനത്തിൽ നമ്മൾ വീണുപോയാൽ എത്രയോ ആൾക്കാർ നോക്കുക. ദേമാസ് പൗലോസിനോട് കൂടെ സുവിശേഷ വേല ചെയ്ത് അവസാനം വരെ കൂടെ നിന്ന ആളാണ്. 4 മണി വരെ വെള്ളം കോരി 4 മണിക്ക് കുട ഉടച്ചു കളഞ്ഞു. നമ്മൾ കാണുന്നത് എന്താ? ദേമാസ് ഈ ലോകത്തോടുള്ള സ്നേഹം നിമിത്തം പൗലോസിനെ വിട്ടുപോയി. നമുക്കറിയാം, പൗലോസിന്റെ സുവിശേഷ വേലയിൽ അവസാനമായപ്പോൾ സകല ആൾക്കാരും വിട്ടുപോയി. അതേ സുവിശേഷം തന്നെ നമ്മൾ പ്രസംഗിക്കുന്ന സത്യസുവിശേഷത്തിന് ഫോളോവേഴ്സ് വളരെ കുറച്ചേ ഉണ്ടാകത്തുള്ളൂ. എന്തെങ്കിലും മനുഷ്യന് നമ്മളെന്താ പറയുന്നത്, അന്ത്യകാലത്തിന്റെ ലക്ഷണം ഓർമ്മ പറയുന്നത് എന്താ? കേൾവിക്ക് ഇമ്പമുള്ള സുവിശേഷമാണ്. ഇഷ്ടംപോലെ ആൾക്കാർ കൂടും. കേൾവിക്ക് ഇമ്പം ഇല്ലാത്തത് മാനസാന്തരപ്പെടണം, നിന്റെ സമ്പാദ്യം നീ ദൈവഹിതപ്രകാരം ഉപയോഗിക്കണം, ദരിദ്രർക്ക് കൊടുക്കണം, പാപത്തെ വിട്ട് ഉപേക്ഷിക്കണം, മാനസാന്തരപ്പെടണം, കൺമോഹം പാടില്ല, അല്ലെങ്കിൽ എന്താ പറയുന്നത് ശത്രുവിനെ സ്നേഹിക്കണം. ഇങ്ങനെയുള്ള ജഡത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർ വിട്ടുപോകും. അപ്പോൾ പലവിധ വ്യഗ്രതകൾ. അപ്പം ഇതിനകത്ത് പെട്ടുപോയാൽ നമുക്ക് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരില്ല. അവിടെ നമ്മൾ ഈ റേസിനകത്ത് ഔട്ടായി പോകും. നല്ല നിലത്ത് വീണെന്ന് പറഞ്ഞേക്കുന്നത് അതോടെ ഒന്ന് വായിച്ചു. ആ സെയിം വേർഡ് ലൂക്കോസ് എഴുതിയേക്കുന്നതാണ് അതിൽ ഏറ്റവും ബെസ്റ്റ്. ലൂക്കോസിൽ ഒന്ന് വായിക്കും. ലൂക്ക് 8 നല്ല നിലത്ത് വീണത്, അത് മാത്രം വായിച്ചാൽ മതി. 15ാമത്തെ സെന്റൻസ്. നല്ല മണ്ണിൽ വീണു എന്ന് പറഞ്ഞ വചനം കേട്ടിട്ട് സത്യസന്ധതയോടും നിർമ്മല ഹൃദയത്തോടും കൂടി അതിനെ മുറുകെ പിടിച്ച് ക്ഷമയോടുകൂടി ഫലം നൽകുന്നതിനെ കുറിച്ചാണ്. അപ്പൊ ആദ്യം നമ്മൾ വായിച്ചതാ. പൗലോസ് പറഞ്ഞു ഫിലിപ്പയിലെ വിശ്വാസികളോട് പറഞ്ഞു വചനത്തെ എന്ത് ചെയ്യണം?
ഇങ്ങനെ കയ്യിൽ വെച്ചിരുന്നാൽ മതി, അങ്ങനെ ഓപ്പൺ ഹാൻഡിൽ. വചനത്തെ മുറുകെ പിടിച്ച് ക്ഷമയോടെ. കാരണം ദൈവത്തിന്റെ വചനം ഈ ഫലങ്ങളെല്ലാം വളരെ പതുക്കെ ഉണ്ടാകത്തുള്ളൂ. കാരണം ദൈവത്തിന് നമ്മുടെ ധൃതി തിടുക്കയില്ല. വിശ്വസിക്കുന്നവൻ തിടുക്കം കൂട്ടില്ല എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പം ജീവന്റെ വചനത്തെ മുറുകെ പിടിച്ച് നിർമ്മല ഹൃദയത്തോടുകൂടെ മുറുകെ പിടിച്ച് ഫലം കായ്ക്കണേ എന്ത് ചെയ്യണം? ക്ഷമ വേണം. കാരണം ഇത് പെട്ടെന്ന് കിട്ടുന്ന കാര്യമല്ല. കാരണം ഇത് ഒരു ലൈഫിനുള്ള കോഴ്സ്. ഇത് നമ്മൾ ചിന്തിച്ചു ക്ഷമയോടുകൂടി ഫലം പുറപ്പെടുവിക്കുന്നവരെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് വരും ക്രിസ്ത്യ ജീവിതത്തിൽ. പക്ഷേ മുറുകെ പിടിക്കണം. നമ്മൾ വീണാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ക്രിസ്ത്യ ജീവിതത്തിൽ വീണാൽ പൊടി തട്ടിക്കളഞ്ഞിട്ട് എണിച്ച് ഓടുക. അപ്സ് ആൻഡ് ഡൗൺസ് വരും. അപ്പോൾ ക്ഷമയോടുകൂടെ മുറുകെ പിടിക്കണം. നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താ? ആ മുടിയനായ പുത്രന്റെ ഉപമയിൽ അവൻ പിതാവിന് വിട്ടുപോയി. പക്ഷെ കഷ്ടം വന്നപ്പോൾ അവൻ ഓർമ്മിച്ചൊരു കാര്യം എന്താ? അതല്ല, അവനൊരു കാര്യം അറിയാം, എന്ന് ഞാൻ തിരികെ ചെന്നാലും അപ്പൻ എന്നോട് ഒരു വഴക്കും പറയത്തില്ല. അല്ലെ ചെല്ലാൻ പേടിയായിരിക്കില്ലേ? കാരണം വീട്ടിലെല്ലാം ഉള്ളതെല്ലാം മുടിച്ചിട്ടാണ് പോയേക്കുന്നത്. അവകാശം എല്ലാം മേടിച്ച് തൂർത്തടിച്ചു, ഒന്നുമില്ല, കിട്ടിയ അവകാശം മുഴുവൻ തൂർത്തടിച്ചു. പക്ഷെ ഹി വാസ് കോൺഫിഡന്റ് ഓഫ് വൺ തിങ്, മൈ ഫാദർ ഓൾവേസ് ലവ്സ് മീ. എപ്പോൾ തിരികെ ചെന്നാലും എന്നെ സ്വീകരിക്കും. നീ എന്തിനത് വിറ്റ് തൂർത്തടിച്ചെന്നോ എന്തിന് ഇത് നശിപ്പിച്ച് കളഞ്ഞെന്നോ ഒന്നും ചോദിക്കത്തില്ല. എൻ്റെ ഫാദറിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം എന്തായിരിക്കും? ഞാൻ തിരികെ ചെല്ലുന്നതായിരിക്കും, അല്ലാതെ ഞാൻ എന്ത് നശിപ്പിച്ചെന്നുള്ളതല്ല. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവം എന്ത് ചെയ്യുമെന്ന് എഴുതിയേക്കുന്നത്, ദൈവത്തിന്റെ അടുത്ത് നമ്മൾ ചെന്നാൽ ശാസന കൂടാതെ തരുന്ന ദൈവം. ദൈവം ഒരിക്കലും ശാസിക്കില്ല. അത് ദൈവത്തിന്റെ ക്വാളിറ്റി. നോക്ക്, നമ്മൾ പേരൻസാണ്, നമ്മൾ പിള്ളേരൊക്കെ ശാസിക്കാറുണ്ട്, വഴക്ക് പറയാറുണ്ട്, അതൊക്കെ ചെയ്യാറുണ്ട്. ടീച്ചേഴ്സ് വഴക്ക് പറയും, ശാസിക്കും ഭയങ്കരമായിട്ട്. എന്നാൽ ദൈവത്തിന്റെ ഒരു ക്വാളിറ്റി നമ്മൾ എന്നും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എത്രയെല്ലാം ദൈവത്തെ മറന്ന് എത്ര കാലം ജീവിച്ചാലും എപ്പോഴും ആ ഡോർ ഓപ്പൺ ഉണ്ടാവും. എന്നും മടങ്ങി ചെന്നാലും ഒന്നും ചോദിക്കില്ല, പാസ്റ്റിനെ കുറിച്ച് ഒന്നും ചോദിക്കില്ല. നീ ഇങ്ങനെയെല്ലാം ചെയ്തിട്ട്, നമ്മളാണ് ചോദിക്കും, നീ ഇങ്ങനെയെല്ലാം ചെയ്തിട്ടല്ലേ ഇപ്പം ഇങ്ങോട്ട് വന്നേക്കുന്നത്, എന്തിനാ വരാൻ തോന്നിയെന്നൊക്കെ ചോദിക്കും. ദൈവത്തിന്റെ ഒരു ക്വാളിറ്റി ആൻഡ് ക്യാരക്ടറിസ്റ്റിക്ക, ഒരിക്കലും ശാസിക്കില്ല. എപ്പോൾ ചെന്നാലും ദൈവം സ്വീകരിക്കും. യാക്കോബിന്റെ ലേഖന സെന്റൻസ് എന്ന് വായിച്ചു, യാക്കോബ് 1. അപ്പം നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഇത് മുറുകെ പിടിച്ച് ക്ഷമയോടുകൂടി ഫലം കായ്ക്കണേ നമ്മൾ എന്നും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, മൈ ഡാഡ് ലവ്സ് മീ ഓൾവേസ്. എൻ്റെ അപ്പൻ എന്നും എന്നെ സ്നേഹിക്കുന്നു. ഞാൻ എന്ത് തെറ്റ് ചെയ്തു, എന്ത് നഷ്ടപ്പെടുത്തി, എന്ത് നഷ്ടം ഞാൻ ഉണ്ടാക്കി, ഇതൊന്നും പ്രശ്നമല്ല. എന്നും മടങ്ങിച്ചെന്നാലും ശാസന കൂടാതെ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നവനാണ്. അപ്പം നമ്മൾ ആസ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ഗോഡ്, പേരൻസിനും ഇതേ ക്വാളിറ്റി ഉണ്ടായിരിക്കേണ്ടതാണ്. മക്കളെ കറക്റ്റ് ചെയ്യാവുള്ളൂ. കറക്റ്റ് ചെയ്യുന്നതും എന്താ പറയുന്നത്, ഈ ശാസിക്കുന്നതുമായിട്ട് വ്യത്യാസമുണ്ട്. ശാസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, നീ ഗുണം പിടിക്കില്ല, നീ കഴുതിയ കുരങ്ങെന്നൊക്കെ പറയുന്ന സൈസ് വർത്താനം ഈ ശാസന എന്ന് പറയുന്നത്. അല്ലാതെ പേരൻസ് കറക്റ്റ് ചെയ്യേണ്ടത്, അല്ലാതെ ശാസിക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് യാക്കോബിന്റെ ലേഖന സെന്റൻസ് എന്ന് വായിച്ചു, നിങ്ങളിൽ വിജ്ഞാനം ഇല്ലാത്തവൻ, നിങ്ങളിൽ വിജ്ഞാനം കുറഞ്ഞവൻ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. എല്ലാവർക്കും ഉദാരമായും ശാസന കൂടാതെയും കൊടുക്കുന്ന ദൈവം അയാൾക്ക് അത് നൽകും. സംശയം എന്നെ വിശ്വാസപൂർവ്വം വേണം അയാൾ ചോദിക്കാൻ. സംശയം കാറ്റിലിളകി തുള്ളുന്ന കടലിലെ തിരമാല പോലെയാണ്. മനസ്സുറപ്പില്ലാത്ത ചഞ്ചല പ്രകൃതിക്കാരന് കർത്താവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ശാസന കൂടാതെ നൽകുന്ന ദൈവം. നോക്ക്, നമ്മൾ കർത്താവിന് വേണ്ടി എന്താ പറയുന്നത്, ഉടമ്പടി എഴുതി ഒപ്പിട്ടതിന് ശേഷം ഒത്തിരി ശ്രദ്ധയില്ലാതെ ജീവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കർത്താവിന്റെ വിളിക്ക് ഒക്കാത്ത രീതിയിൽ വിശ്വസ്തത ഇല്ലാതെയൊക്കെ ജീവിച്ചിട്ടുണ്ടാവും. നമുക്കെല്ലാം അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ളവരാണ്. എന്നാൽ എന്ന് കർത്താവിലേക്ക് തിരിയുന്നോ ചെല്ലുന്നോ ശാസന കൂടാതെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ദൈവം. അപ്പം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. നമ്മൾ കർത്താവിന് നമ്മളോടുള്ള, അല്ലെങ്കിൽ പിതാവായ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഈ ജോൺ 17:23 ഒരു വേർഡുണ്ട്. അത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു വേർഡാണ്. കർത്താവ് എത്രത്തോളം നമ്മെ സ്നേഹിക്കുന്നു, പിതാവ് എത്രത്തോളം നമ്മെ സ്നേഹിക്കുന്നു. 17:23 ഞാൻ അവരിലും നീ എന്നിലുമായിരിക്കുന്നു, അങ്ങനെ അവർ പൂർണ്ണമായും ഒന്നാകട്ടെ. തന്മൂലം നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിച്ചു എന്നും ലോകം അറിയട്ടെ. അപ്പൊ ഹൗ ഫാർ നമ്മുടെ പിതാവ് നമ്മെ എത്ര സ്നേഹിക്കുന്നുണ്ട് രാജു, വായിച്ചു നോക്കാം. 17:23 എന്ന് നോക്കി, ജോൺ 17:23. നീ എന്നെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിച്ചു എന്ന് ലോകം അറിയട്ടെ. അതെ, കർത്താവ് പറയാണ്, യേശു ക്രിസ്തു പിതാവിനോട് പ്രാർത്ഥിക്കുക, നീ എന്നെ സ്നേഹിച്ചതുപോലെ തന്നെ നമ്മളെ സ്നേഹിച്ചു. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ എത്ര സ്നേഹിച്ചോ
ടു ദി സെയിം എക്സ്റ്റെന്റ് പിതാവ് നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട്. ആ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. ആ ദൈവത്തിന്റെ ക്വാളിറ്റിയാണ്. എന്നും മടങ്ങിച്ചെന്നാലും പാസ്റ്റിനെ കുറിച്ച് ചോദിക്കത്തില്ല. നിങ്ങളുടെ പാപങ്ങളും അകൃത്യങ്ങളും അവൻ എഴുതി തള്ളിയിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചൊരു കാര്യം, ദൈവത്തിന്റെ വചനത്തെ നമ്മൾ എന്ത് ചെയ്യണം? മുറുകെ പിടിച്ച് ക്ഷമയോടുകൂടി ഫലം പുറപ്പെടുവിക്കണം. അല്ലാതെ പെട്ടെന്ന് ഫലം വരില്ല. നമുക്ക് ഇപ്പോൾ ഒരു തെങ്ങ് കുഴിച്ചിട്ടാൽ പെട്ടെന്ന് തേങ്ങ കായ്ക്കുമോ? ഇല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇതിന് കൊടുക്കേണ്ട ശുശ്രൂഷ ചെയ്താൽ ഫലം കായ്ക്കും. അതായത് കർത്താവിനെ പിൻപറ്റിയാൽ അത് നന്മ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ അല്പം പോലും സംശയിക്കേണ്ട. കർത്താവിനെ സ്നേഹിക്കുന്ന വ്യക്തി ജീവിതം, കർത്താവിനെ സ്നേഹിക്കുന്ന കുടുംബ ജീവിതം, കർത്താവിനെ സ്നേഹിക്കുന്ന നേഷൻസ്, ഐസിയ 60:12 വായിക്കുന്നു, നിന്നെ സ്നേഹിക്കാത്ത ജനതയും നിന്നെ സ്നേഹിക്കാത്ത രാജ്യങ്ങളും നശിച്ചു. ഒരു നേഷൻ കർത്താവിനെ സ്നേഹിച്ച ആ നേഷൻ അതിന്റെ അനുഗ്രഹം ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇതിനേക്കാൾ ബുദ്ധിയായിട്ടൊന്നുമില്ല. കർത്താവിനെ കുടുംബമായിട്ട് സ്നേഹിക്കുക. നമ്മുടെ കുടുംബ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി കർത്താവായ യേശു ക്രിസ്തു ആയിരിക്കട്ടെ കുടുംബത്തിൽ. കാരണം കർത്താവിന് എവിടെയെല്ലാം ഒന്നാം സ്ഥാനമുണ്ടോ അവിടെ ബോർഡ് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഈ ഭവനത്തെ ക്രിസ്തു അല്ല, ഈ ഭവനത്തിന്റെ നാഥൻ ക്രിസ്തു യേശു എന്ന് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. വേറെവർ ഫസ്റ്റ് പ്ലേസ് ഇസ് ഗിവൺ ടു ലോർഡ് ജീസസ്, അവിടെ പിതാവായ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ഏറ്റവും മാനിക്കപ്പെടുന്ന വ്യക്തി കർത്താവായ യേശു ക്രിസ്തു ആയിരിക്കട്ടെ. ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന വ്യക്തി, അല്ലെങ്കിൽ ഓരോ തീരുമാനങ്ങളും നമ്മൾ കുടുംബമായിട്ട് എടുക്കുമ്പോൾ ഇത് കർത്താവിന് ഇഷ്ടപ്പെട്ടതാണ്, കർത്താവിന് ഇഷ്ടമില്ലാത്തതാണെങ്കിൽ ഫോർഗെറ്റ് അബൌട്ട് ഇറ്റ്, അത് നമുക്ക് വേണ്ട, കുടുംബമായിട്ട് നമുക്ക് വേണ്ട. അങ്ങനെ തീരുമാനങ്ങൾ എടുത്തു പോകുമ്പോൾ അവിടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, കുടുംബം അനുഗ്രഹിക്കപ്പെടും. നമ്മൾ വരാനിരിക്കുന്ന ജീവിതത്തിൽ കർത്താവ് പറഞ്ഞ പോലെ നിത്യജീവനും നമ്മൾ അവകാശികളായി തീരും. അപ്പോൾ രണ്ടാമത് പൗലോസ് പറഞ്ഞ കാര്യം, ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പൈൻഡ് ആയിട്ട് ചിന്തിച്ചു. ഡിസീറ്റ്ഫുൾനെസ് ഓഫ് ദി റിച്ചസ്, അതായത് പ്രലോഭകൻ വല്ല വിധേനയും പ്രലോഭിപ്പിച്ച് അധ്വാനം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, ഈ കോഴ്സിൽ നമ്മൾ ജോയിൻ ചെയ്തു, ഒരു കഷ്ടം വന്നു, ഒരു ബുദ്ധിമുട്ട് വന്നു, അല്ലെ പ്രാർത്ഥനയ്ക്ക് പോകാൻ ഇച്ചിരി കഷ്ടം സഹിക്കണം, അല്ലെ നമ്മുടെ ഒന്ന് ഡ്യൂട്ടി മാറ്റി വെക്കണം. അതായത് കർത്താവിന് വേണ്ടി നമ്മൾ എന്ത് നഷ്ടം സഹിച്ചാലും കർത്താവ് പറഞ്ഞു, എന്നെ പ്രതിയോ സുവിശേഷത്തെ പ്രതിയോ നിങ്ങൾ സഹോദരന്മാരെയോ സഹോദരിമാരെയോ അപ്പനെയോ അമ്മയോ ഭാര്യയോ എന്നല്ല, അല്ല എന്തൊക്കെ ത്യജിച്ചാലും കർത്താവ് എന്താ പറഞ്ഞേ, എത്ര ഇരട്ടി തരുമെന്ന്? 100 മടങ്ങ്. എൻ്റെ കൂടെ കുറേ ഉണ്ട്, ഫുള്ളുണ്ട്, ഫുള്ള് പറ. എന്താ അതിനിടയ്ക്കുള്ള അത് ഇഷ്ടമല്ല. അത് ഈ മാർക്കോസ് 10-ാം അധ്യായത്തിൽ 10:29 തുടങ്ങി വായിച്ചു. യേശു പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എനിക്ക് വേണ്ടിയും സുവിശേഷത്തിനു വേണ്ടിയും വീടിനെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ അമ്മയെയോ അപ്പനെയോ മക്കളെയോ വയലുകളെയോ ഉപേക്ഷിച്ച ഒരാൾക്ക് ഇപ്പോൾ ഈ കാലത്ത് തന്നെ 100 മടങ്ങ് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. വീടുകളും സഹോദരന്മാരും സഹോദരിമാരും അമ്മമാരും മക്കളും വയലുകളും പീഡനങ്ങളോടൊപ്പം അവർക്ക് ലഭിക്കും. വരും യുഗത്തിൽ നിത്യജീവനും. അപ്പോൾ ഇതിനകത്ത് കർത്താവിന് വേണ്ടി ജീവിക്കുമ്പോൾ പീഡനങ്ങളുണ്ട്. അത് അപ്പോസ്തലന്മാരെല്ലാം പഠിപ്പിച്ചു. നാം ഈ ലോകത്തിൽ കഷ്ടം സഹിക്കേണ്ടവരാണ്. അപ്പം നമ്മൾ കർത്താവിന് വേണ്ടി എത്ര വയലുകൾ ഉപേക്ഷിച്ചിട്ടുണ്ട് ചിന്തിച്ചു നോക്കും. ക്രിസ്തീയ സാക്ഷ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കർത്താവ് പറഞ്ഞു, നിന്റെ ഉടുപ്പെടുക്കുന്നവന് മേലെങ്കിൽ കൂടി കൊടുത്തരും, അല്ലെങ്കിൽ നിന്നോട് കൂടി 1 മൈൽ നടക്കാൻ ആവശ്യപ്പെടുന്നവൻ്റെ കൂടെ 2 മൈൽ നടന്നേര്. നമുക്ക് സമ്പത്ത് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബാവകാശം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അത് സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുള്ള എത്ര പേരുണ്ട്. എങ്കിൽ അവർക്ക് ഈ ലോകത്തിൽ ഭൗതിക നന്മകൾ തിരികെ വരും, അല്ലെങ്കിൽ ഒന്നും തിരികെ വരത്തില്ല. അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻസ് എതിർത്തപ്പോൾ അതിനെ നെഗ്ലക്ട് ചെയ്ത് കർത്താവിനോട് കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ 100 കണക്കിന് സഹോദരന്മാരും സഹോദരിമാരെയും കിട്ടും, അല്ലെങ്കിൽ കിട്ടത്തില്ല. അപ്പോൾ ഇതിനകത്ത് ഈ കഷ്ടങ്ങളോടുകൂടി എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്? ഇതെല്ലാം കിട്ടുന്നതോടൊപ്പം വരും യുഗത്തിൽ നിത്യജീവനും കിട്ടും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ജീവന്റെ വചനത്തെ മുറുകെ പിടിച്ചില്ല എങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു പോകും. അതുപോലെ പ്രലോഭകന്റെ കെണിയിൽ, അല്ല ഏറ്റവും വലിയ കെണി നമ്മൾ വായിച്ചു, ഡിസീറ്റ്ഫുൾനെസ് ഓഫ് റിച്ചസ്. സമ്പത്തിന്റെ കാര്യത്തിൽ നമുക്ക് സാക്ഷിയില്ല, പിന്നെ ഒരു സാക്ഷ്യമില്ല ക്രിസ്ത്യ ജീവിതത്തിൽ, തീർന്നു. വേറെ ഒരു രീതിയിൽ നമുക്ക് സാക്ഷ്യം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നത്, ടാക്സ് കൊടുക്കുന്നത്, നമ്മൾ ചിന്തിച്ചു നികുതി കൊടുക്കുന്നത്, ഇതെല്ലാം ദൈവത്തിന്റെ പ്രമാണങ്ങളാണ്. ദൈവത്തിന്റെ പ്രമാണത്തെ നിഷേധിച്ചിട്ട് നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറ്റത്തില്ല. നമ്മൾ ടാക്സ് വെട്ടിച്ചിട്ട് നമുക്ക് ദൈവത്തെ നിഷേധിക്കാൻ, അല്ല ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറ്റത്തില്ല. സ്ഥലം വാങ്ങിക്കുമ്പോൾ കള്ള ആധാരം എഴുതിയിട്ട് നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറ്റത്തില്ല. ഇതെല്ലാം വിശ്വാസികളുടെ ഇടയിലേക്ക് ഇതങ്ങ് രൂഢമൂലമായിരിക്കുന്ന പ്രാക്ടീസുകളാണ്.
എന്നിട്ട് രണ്ടാമത് പറഞ്ഞ കാര്യം പൗലോസ് ഗലാത്യരോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ അധ്വാനം വൃഥാവായോ എന്ന് ഞാൻ ശങ്കിക്കുന്നു. നോക്ക്, ഇത് ഏറ്റവും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് പൊതുവെ വിശ്വാസഗോളത്തിലുള്ളവർ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. കാരണം ലോയും ഗ്രേസും തമ്മിലുള്ള വ്യത്യാസം. കാരണം പലരും പറയുന്നതാണ്, അപ്പം മലാക്കിയിൽ അങ്ങനെ എഴുതിയിട്ടില്ലേ? മലാക്കിയിൽ പലതും എഴുതിയിട്ടുണ്ട്, ഐസയിൽ പലതും എഴുതിയിട്ടുണ്ട്, നിയമത്തിൽ പലതും എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഡിസീറ്റ്ഫുൾനെസ് നടക്കുന്ന എവിടെയാണ്? ഡിസീവിങ് നടക്കുന്നത് സമ്പത്തുമായിട്ടുള്ള ബന്ധത്തിലാണ്. പുതിയ നിയമത്തിൽ നോക്ക്, ഗലാത്യ ലേഖനമാണ് നിയമവും ഗ്രേസും തമ്മിലുള്ള ഏറ്റവും വലിയ കോൺട്രാസ്റ്റ്. അപ്പം നിയമത്തിലേക്ക് പോയാൽ എന്ത് സംഭവിക്കുന്ന പൗലോസ് പറയുന്നത്? അതായത് നിങ്ങൾ കൃപയ്ക്ക് പുറത്താവും. അവിടെ പറഞ്ഞേക്കുന്ന കേസ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ജനറലൈസ് ചെയ്തേക്കും. അവിടെ പറഞ്ഞേക്കുന്ന എക്സാമ്പിൾ സർക്കംസിഷനാണ്. അപ്പം നിയമത്തിലെ ഒരു കാര്യം നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ നമ്മൾ കൃപയിൽ നിന്ന് പുറത്തു പോകും. കാരണം നമ്മൾ ആരും എന്താ പറയുന്നത്, കർത്താവിൻ്റെ ന്യായാസനം കണ്ടിട്ടില്ല. ഈ ദൈവത്തിൻ്റെ വചനം നമുക്ക് തന്നേക്കുന്നത് മോശയ്ക്ക് പർവ്വതത്തിൽ വെച്ചൊരു മാതൃക കാണിച്ചു കൊടുത്തിട്ട് കർത്താവ് പറഞ്ഞു, പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃകയിൽ തന്നെ പണിയുക. ഇത് പുതിയ നിയമത്തിലെല്ലാം വ്യക്തമായിട്ട് എഴുതി തന്നിട്ടുണ്ട്. എന്നിട്ട് ഇതേ മാതൃകയിൽ നമ്മൾ പണിതില്ലെങ്കിൽ കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ എങ്ങനെയാവും നമുക്കറിയത്തില്ല. തീയിലൂടെ എന്ന പോലെയെങ്കിലും രക്ഷപ്പെട്ടാൽ അതെങ്കിലും ആയി, അതും ഇല്ലെങ്കിലോ. അപ്പോൾ ഇവിടെ നമ്മുടെ ലക്ഷ്യം, ഇവിടെ നമ്മൾ കണ്ടു 30 മേനി, 60 മേനി, 100 മേനി. അപ്പോൾ ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടല്ല പറഞ്ഞേക്കുന്നത്. നമ്മൾ കുറച്ച് ചെയ്തുള്ളെങ്കിലും ആ ദൈവവചനപ്രകാരം ചെയ്താൽ അത് നിലനിൽക്കും, അല്ലെങ്കിൽ നിത്യതയിൽ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇവിടെ പൊതുവെ എന്താ പറയുന്നത്, പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള കോൺട്രാസ്റ്റ് ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞേക്കുന്ന 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുക, യു ഫൂളിഷ് ഗലേഷ്യൻസ്, നിങ്ങൾ വിശ്വാസത്തിൽ ആരംഭിച്ച് ഇപ്പോൾ നിയമത്തിൽ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ സർക്കംസിഷൻ വേണം, അല്ലെങ്കിൽ പരിച്ഛേദനം വേണമെന്ന് പഠിപ്പിച്ചു. ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ക്രിസ്ത്യ കോളത്തിൽ ഏറ്റവും കൂടുതൽ റോങ് ആയിട്ട് പ്രസംഗിക്കപ്പെടുന്ന ഒരു കാര്യം ദശാംശം കൊടുക്കണം. ദശാംശം കൊടുക്കണമെന്ന് പഠിപ്പിക്കുവാണെങ്കിൽ സർക്കംസിഷൻ ചെയ്യണമെന്ന് പഠിപ്പിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ശാബത്ത് ആചരിക്കണമെന്ന് പഠിപ്പിക്കേണ്ടതാണ്. നിയമത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു സഭയിൽ ദശാംശം കൊടുക്കണമെന്ന് പഠിപ്പിക്കുന്ന സഭയാണെന്നിരിക്കട്ടെ, ആ സഭ ന്യൂ ടെസ്റ്റമെന്റ് ചർച്ചാണോ അതോ ഓൾഡ് ടെസ്റ്റമെന്റിലെ യഹൂദ കൂട്ടാണോ? അപ്പം ന്യൂ ടെസ്റ്റമെന്റിലെ ടീച്ചിങ് എന്താ സമ്പത്തിനെ കുറിച്ച്? 1 കൊരിന്ത്യർ 16 അധ്യായം എടുക്കുമ്പോൾ 16-ന്റെ 1-2 സെന്റൻസ് വായിക്കുമ്പോൾ, വിശുദ്ധർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തെപ്പറ്റി ഗലാത്യയിലെ സഭകൾക്ക് ഞാൻ നൽകിയ നിർദ്ദേശം നിങ്ങൾ അനുസരിക്കുക. ഓരോ ആഴ്ചയുടെയും 1-ാം ദിവസം ഓരോരുത്തരും തങ്ങളുടെ കഴിവനുസരിച്ച് എന്തെങ്കിലും നീക്കിവെച്ച് സംഭരിക്കുക. അപ്പൊ അത് പറഞ്ഞേക്കുന്നത് അല്ല, ഇത് പറഞ്ഞേക്കുന്നത് അതിനകത്ത് റൂള് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ സംഭരിക്കണം എന്ന് പറഞ്ഞേക്കുന്നത്? ഓരോരുത്തരും തങ്ങളുടെ കഴിവനുസരിച്ച്. ഇപ്പൊ ഒന്നുപോലെ ശരിക്കും വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റാത്തവനാണെങ്കിൽ ഒന്നും മാറ്റിവെക്കേണ്ട, പൈസ കൊടുക്കുന്ന അനുസരിച്ചല്ല ദൈവത്തിന്റെ സ്വീകാര്യത അസ്വീകാര്യത ഒന്നും ഇരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും തങ്ങളുടെ കഴിവനുസരിച്ച്, ഒരാൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 10% കൊണ്ട് എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്യുന്ന ആളാണെന്നിരിക്കട്ടെ, അങ്ങനെ 90% സർപ്ലസ് ആണെങ്കിൽ അങ്ങനെ കഴിവനുസരിച്ച്. പിന്നെ കഴിവുണ്ടായിക്കൊണ്ട് മാത്രം കാര്യമില്ല, പിന്നെ എന്ത് വേണം? സന്മനസ്സനുസരിച്ച്. അപ്പം ന്യൂ ടെസ്റ്റമെന്റ് ടീച്ചിങ് എന്ന് പറയുന്നത് ഓരോരുത്തരും തങ്ങളുടെ സന്മനസ്സനുസരിച്ച്, തങ്ങളുടെ കഴിവനുസരിച്ച്. ഇത് ഇവിടെ എന്തിനു വേണ്ടിയാ ഈ മണി കളക്ഷൻ? എന്തിനു വേണ്ടിയാ? അതായത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഞാൻ എന്താ പറയുന്നത്, പൊതുവായിട്ട് പറയുന്ന ഒരു കാര്യം, അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രസംഗിക്കപ്പെടുന്നിടത്തും നമ്മൾ കാണുന്നിടത്തും ദൈവത്തിന് കൊടുക്കാൻ പറയുന്ന എല്ലാം എന്തിനു വേണ്ടിയാ? സുവിശേഷ വേലയ്ക്ക് വേണ്ടി. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, മത്തായി തുടങ്ങി റെവലേഷൻ വരെ വായിച്ചാൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഫണ്ട് റേസ് ചെയ്ത ഒരു സംഭവം പോലും ബൈബിളിലില്ല. അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അപ്പം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഫണ്ട് റേസ് ചെയ്യണം, ഫണ്ട് നിങ്ങൾ നമ്മുടെ മിനിസ്ട്രിയിലേക്ക് പൈസ തരിക, ഞങ്ങൾ ദൈവവേല ചെയ്തോളാം എന്ന് ആരെങ്കിലും പറയുന്ന കേട്ടാൽ, 1-ാം നൂറ്റാണ്ടിലെ അപ്പസ്തോലന്മാരുടെ ഒരു റൈറ്റിംഗ് ഉണ്ടായിരുന്ന പറയുന്നത്, അതായത് നിങ്ങളുടെ അടുത്ത് വന്ന് ആരെങ്കിലും സുവിശേഷം പറഞ്ഞിട്ട് പൈസ ചോദിച്ചാൽ വേറെ ഒന്നും അന്വേഷിക്കേണ്ട, അത് ഫ്രോഡാണെന്ന്, ആൾ ഫ്രോഡാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണമെന്ന് അപ്പസ്തോലന്മാരുടെ ഒരു ലെറ്റർ ഉണ്ടായിരുന്ന പറയുന്നത് ഫസ്റ്റ് സെഞ്ചുറിയിൽ. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ ഫണ്ട് റൈസിങ് എല്ലാം ദരിദ്രർക്ക് വേണ്ടിയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വരുമാനത്തിൽ നിന്ന് സന്മനസ്സനുസരിച്ച് ദരിദ്രർക്ക് വേണ്ടി നമ്മൾ ഒന്നും മാറ്റിവെക്കുന്നില്ലെങ്കിൽ സംതിങ് ഈസ് റോങ്, എന്തോ പ്രശ്നമുണ്ട്. കാരണം കർത്താവ് പഠിപ്പിച്ചു. കർത്താവിൻ്റെ അടുത്തൊരു റിച്ച് യങ് റൂളർ വന്നു, ഞാൻ എല്ലാ പ്രമാണങ്ങളൊക്കെ അനുസരിക്കുന്നുണ്ട്, ഇനി എനിക്ക് എന്താ കുറവുള്ളതെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എന്താ പറഞ്ഞു?
നിനക്കുള്ളതെല്ലാം വിറ്റ് എൻ്റെ മിനിസ്ട്രിക്ക് തരിക, എന്നിട്ട് എന്നെ പിൻപറ്റാനാണ് പറഞ്ഞത്. നിനക്കുള്ളതെല്ലാം നോക്ക്. ഇന്ന് പലപ്പോഴും പ്രസംഗിക്കപ്പെടുന്നത് നിങ്ങൾ എന്താ, നമ്മുടെ സുവിശേഷ വേലയുടെ നീഡ്സ് പ്രസംഗിക്കും, പ്രഖ്യാപിക്കും, ഇതിലേക്ക് പൈസ ഇടിക്കും, എന്നിട്ട് അതെവിടെ ചെന്ന് അവസാനിക്കുന്ന അറിയുന്നില്ല. കാരണം ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. കാരണം 21-ാം നൂറ്റാണ്ടിൽ എല്ലാ ഫ്രോഡായിട്ടുള്ള പരിപാടികളും വരുമെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചിന്തിച്ചതാണ് ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുന്നത്. അപ്പോൾ ലോയും ഗ്രേസും തമ്മിലുള്ള ഒരു വിത്യാസത്തിൽ ഒന്ന്, സമ്പത്തിനെ കുറിച്ചുള്ള റൂൾ ഇതാ, ഓരോരുത്തർ തങ്ങളുടെ സന്മനസ്സനുസരിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ലേ, ഒന്നും കൊടുത്തില്ലെങ്കിലും ദൈവത്തിന്റെ അടുത്ത് അസ്വീകാര്യത ഉണ്ടാകത്തില്ല. ദൈവം എന്താ ആവശ്യപ്പെടുന്ന എഴുതിയേക്കുന്നത്? അതായത് വഴിപാടുകളും നേർച്ചകളും ഒന്നും ആഗ്രഹിച്ചില്ല, പിന്നെ ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ഈ ശരീരത്തെ ജീവനുള്ള ബലിയായിട്ട് സമർപ്പിക്കാതിരുന്ന കർത്താവിന്റെ അടുത്ത് അക്സെപ്റ്റൻസ് കിട്ടില്ല. അതായത് നമ്മുടെ കണ്ണുകളെ, നമ്മുടെ കാതുകളെ, നമ്മുടെ ശരീരത്തെ ജീവനുള്ള ബലിയായിട്ട് അർപ്പിച്ചാൽ, ഇനി പൈസ കൊടുത്തോ കൊടുത്തില്ലയോ എന്നുള്ളത് ഇത് ദൈവത്തോട് അടുക്കാനോ അകലാനോ ഉള്ള ഒരു മുഖാന്തരമല്ല. പിന്നെ പൂർണ്ണമായിട്ട് ശരീരത്തെ എല്ലാത്തിനെയും സമർപ്പിക്കുന്നവർ അവരുടെ സമ്പത്തിനെയും ദൈവഹിത അനുസരിച്ച് ഉപയോഗിക്കും എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ ദൈവത്തിന്റെ എന്താ പറയുക, അക്സെപ്റ്റൻസും റിജക്ഷനും വരുന്നത് ശരീരത്തെ ജീവനുള്ള ആരാധനയായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്ന ബേസിൽ മാത്രമായിരിക്കും. രണ്ടാമത്, ഈ ലോയും ഗ്രേസും തമ്മിലുള്ള ഒരു ഡ്രാസ്റ്റിക് ഡിഫറൻസ് എന്താ, അതോടെ നമ്മളൊന്ന് അറിയേണ്ടതാണ്. ഈ ഹീബ്രൂസിലാണ് ലോയും ഗ്രേസും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്താ? ഒരു എന്തായാലും നിയമവും ഗ്രേസും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് ഒന്നുമല്ല. നോ അല്ല, ബേസിക് ഡിഫറൻസ് അതല്ല. എന്താ അപ്പോൾ ഗ്രേസ് പെർഫെക്റ്റോ നിയമം പെർഫെക്റ്റോ എന്നുള്ളതല്ല. വായിച്ചു നോക്ക്. അല്ല, ഹീബ്രൂസ് 10 തുടങ്ങി വായിച്ചു നോക്കി. നിയമവും പെർഫെക്റ്റാ, ഗ്രേസും പെർഫെക്റ്റാ. നിയമം പെർഫെക്റ്റ് അല്ല എന്നാരും പറഞ്ഞു. നിയമം ദൈവത്തിന്റെ ഹിതമാണ്. പക്ഷേ 10-ന്റെ 1 തുടങ്ങി വായിച്ചു. അതുകൊണ്ട് മത്സരം തോറും തുടർച്ചയായി അർപ്പിക്കപ്പെടുന്ന ഒരേ ബലികളാൽ ഒരിക്കലും ആരാധകരെ പരിപൂർണ്ണരാക്കാൻ സാധ്യമല്ല. കണ്ടോ? അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താ? അതായത് പെർഫെക്ഷനാണ്. അതായത് ലോ ഒരിക്കലും പെർഫെക്റ്റ് ആക്കത്തില്ല. എന്നാൽ ഗ്രേസോ പെർഫെക്ഷൻ ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ന്യൂ ടെസ്റ്റ്മെന്റ് അല്ലെ ഹീബ്രൂസിൽ എഴുതിയേക്കുന്ന മുഴുവൻ പെർഫെക്ഷനെ കുറിച്ച് എഴുതിയേക്കുന്നത്. ഈ 9-ാം അധ്യായത്തിൽ അതിന്റെ 14 തുടങ്ങിയെന്ന് വെച്ചു. അങ്ങനെയെങ്കിൽ കുറ്റമറ്റവനായി നിത്യാത്മാവിലൂടെ തന്നെ ദൈവത്തിന് അർപ്പിച്ച് ക്രിസ്തുവിന്റെ രക്തം എത്രയധികമായി നിങ്ങളുടെ മനസ്സാക്ഷിയെ ജീവനുള്ള ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി നിർജ്ജീവ പ്രവർത്തികളിൽ നിന്ന് ശുദ്ധീകരിക്കും. അതെ, നമ്മൾ ഹീബ്രൂ 6 വായിക്കുന്നത് എന്താ? ഹീബ്രൂ 6:1 എന്താ? അടിസ്ഥാന പ്രമാണങ്ങളെ വിട്ട് ലെറ്റസ് ഗ്രോ. അതായത് പറഞ്ഞു, ഈ ചില ഇംഗ്ലീഷ് വേർഡിന് തരുന്ന മീനിങ് നമുക്ക് മലയാളം വേണ്ടി കിട്ടില്ല. ഹീബ്രൂ 6-ന്റെ 1 തുടങ്ങി വായിക്കുമ്പോൾ. അപ്പൊ ഇതിൽ നമ്മൾ ചിന്തിച്ച വിഷയം മറക്കരുത്. ഗലാത്യയിലെ വിശ്വാസികളോട് പറയുവാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്റെ അധ്വാനം. അപ്പൊ നമ്മൾ ഈ നിയമത്തിന്റെ കീഴിലായാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. അത് എന്താ പറയുന്നത്, പലപ്പോഴും ഈ നിയമവും ഗ്രേസും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ വയ്യാതെ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളുടെ കൂടെ ഏതെങ്കിലും ചർച്ചയിൽ പോയി എവിടെയെങ്കിലും പോയി നിയമം പഠിപ്പിക്കുന്ന ഒരു സഭയാണെങ്കിൽ നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് ആകത്തില്ല. സംഭവിക്കുന്നത് എന്താ? നമുക്ക് വേണ്ടിയിട്ടുള്ള അധ്വാനം വൃഥാവായി. അല്ലെങ്കിൽ നിയമത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ എങ്ങോട്ടാവും? കൃപാവലയത്തിന്റെ പുറത്താവും. അതാ നമ്മൾ അറിയേണ്ട ഒരു കാര്യം. ഇപ്പം നമുക്ക് 7th ഡേ ഒരു ടീച്ചിങ്ങാണ്. ശാബത്ത് 7-ാം ദിവസം ആചരിച്ചേ പറ്റൂ. അപ്പൊ വീണ്ടും നിയമത്തിലേക്ക് പോയി കഴിയുമ്പോൾ എന്താവും? കൃപയ്ക്ക് പുറത്താവും. ഹീബ്രൂസ് 6-ാം അധ്യായത്തിന്റെ 1-ാം സെന്റൻസ് ഇംഗ്ലീഷിൽ നിന്ന് വായിക്കുമ്പോൾ കണ്ടോ, ലെറ്റ് us grow unto perfection. അപ്പൊ ഈ പെർഫെക്ഷൻ കേൾക്കുമ്പോൾ പൊതുവെ ആൾക്കാർക്ക് ഒരു നടുക്കമുള്ള വേട. പക്ഷെ ന്യൂ ടെസ്റ്റ്മെന്റിൽ കർത്താവ് പറയുന്നത് എന്താ? അതായത് എല്ലായിടത്തും പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ലെറ്റ് us grow unto perfection. അമിത്ത ഈ 2 Corinthians 7:1 ഒന്ന് വായിച്ചു. Therefore, having these promises, beloved, let us cleanse ourselves from all filthiness of the flesh and spirit, perfecting holiness in the fear of the Lord. അപ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യം, പെർഫെക്ഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരം നോബഡി ഈസ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞ് പഠിച്ചേക്കുന്നുണ്ടാണ്. ഇൻ ക്രൈസ്റ്റ് ജീസസ് നമ്മൾ പെർഫെക്റ്റ് ആണ്.
അപ്പോൾ ഒന്ന് നമുക്ക് ദൈവം സ്വർഗത്തിൽ നിന്ന് സൗജന്യമായിട്ട് നൽകിയിരിക്കുന്ന പെർഫെക്ഷൻ. നൗ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു സ്ട്രൈവ് ഹാർഡ് ടു റീച്ച് ദാറ്റ് പെർഫെക്ഷൻ. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തെ നമ്മൾ വായിക്കുക. അതായത് നിന്റെ മനസാക്ഷി നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല എങ്കിൽ നിനക്ക് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യമുണ്ട്. അപ്പോൾ ഈ മനസാക്ഷി കുറ്റപ്പെടുത്തുന്നതിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ രാജീവ് ഗാന്ധിക്ക് ബോംബ് വെച്ച ആൾക്കാരുണ്ടായിരുന്നു. അവർ ആദ്യം ചെയ്തെന്താ? ഉദ്ദിഷ്ട കാര്യം സാധിച്ചതിന് ഉപകാരസ്മരണയ്ക്ക് അവർ തിരുപ്പതി പോയി. അവരുടെ മനസാക്ഷി അവരെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം അവർ വലിയൊരു ഗോൾ അച്ചീവ് ചെയ്തു, ദൈവത്തിന് നന്ദി പറഞ്ഞു. പല വിശ്വാസികളുടെ മനസ്സിങ്ങനെയായിട്ടുണ്ട്. അതായത് ഹോളി സ്പിരിറ്റിനോടുള്ള സെൻസിറ്റിവിറ്റി അങ്ങ് പോയി, ചെയ്യുന്നത് എന്താണെന്നോ ഒന്നും ഇല്ലാത്ത അവസ്ഥയായി. അപ്പോൾ ഈ പെർഫെക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനസാക്ഷി കുറ്റപ്പെടുത്താത്ത അവസ്ഥ എന്ന് പറയുന്നത്, നമ്മൾ എത്രത്തോളം സെൻസിറ്റീവ് ടു ദി ഹോളി സ്പിരിറ്റ് ആണെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. കാരണം ഇപ്പം നമുക്ക് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് 4+3=7 എന്ന് പഠിച്ചാൽ അവൻ പെർഫെക്റ്റാ അല്ലേ? അത്രേ ഉള്ളൂ. 4, 3, 7 എന്ന് പഠിച്ചാൽ മതി. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ അടുത്ത് സ്ക്വയർ റൂട്ട് കാണാൻ പറഞ്ഞാൽ അവന് കാണാൻ പറ്റുമോ? കാണത്തില്ല. എന്ന് പറഞ്ഞാൽ ഈ പെർഫെക്റ്റ് മനസാക്ഷി കുറ്റപ്പെടുത്താത്ത അവസ്ഥ എന്ന് പറയുന്നത്, നമ്മൾ ക്രിസ്തുവിൽ വളരും തോറും നമ്മുടെ സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ വളരുവാണെങ്കിൽ നമുക്ക് ഇന്ന് മനസാക്ഷി കുറ്റപ്പെടുത്താത്ത കാര്യം 5 വർഷം കഴിയുമ്പോൾ വലിയ പാപമായിട്ട് തോന്നും. അല്ല, ഇപ്പോൾ ഇവിടെ യോഹന്നാൻ പറയുന്നിടത്ത് യോഹന്നാൻ നമ്മിൽ പാപമുണ്ടെന്ന്, നമ്മിൽ പാപമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നുണ പറയുന്നു പറഞ്ഞേക്കുന്ന യോഹന്നാനിലുള്ള പാപം നമ്മിലുള്ള പാപമൊന്നുമല്ല. നമ്മൾ ഈ യോഹന്നാൻ പാപം എന്ന് പറയുന്നത് നമ്മൾ പാപത്തിന്റെ ലിസ്റ്റിൽ പോലും കണക്ക് കൂട്ടിയിട്ടുണ്ടാകത്തില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ മനസാക്ഷി അങ്ങോട്ട് തഴമ്പിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ മനസാക്ഷി എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തില്ല. അപ്പോൾ സെൻസിറ്റീവ് ടു ദി സ്പിരിറ്റ് ആണെങ്കിൽ, ഇപ്പം ദാവീദിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ദാവീദ് ശൗലിന്റെ അങ്കിയുടെ ഒരു വിളുമ്പ് കട്ട് ചെയ്തു, ഒരു നിർജീവ വസ്തുവാണ്. എന്നാൽ ശൗലിന്റെ വസ്ത്രത്തിന്റെ ഒരു മുറിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര മനസാക്ഷി കുത്തായി. അയ്യോ, ദൈവത്തിന്റെ അഭിഷിക്തന്റെ നേരെ ഞാൻ കൈ ഉയർത്തിയല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലർക്കും ഒരു മനസാക്ഷി കുത്തുമില്ല, ഒരു സെൻസിറ്റിവിറ്റി ഇല്ല. അപ്പോൾ മനസാക്ഷി നമ്മെ കുറ്റപ്പെടുത്തുന്നില്ല എന്ന് പറയുന്നത്, എത്രത്തോളം നമ്മൾ ദൈവഭയത്തിൽ ജീവിക്കുന്നു അതിനനുസരിച്ച് മനസാക്ഷി ഷാർപ്പായി വന്നുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മൾ ദൈവത്തോടുള്ള സെൻസിറ്റിവിറ്റിയിൽ വർദ്ധിച്ചു വരുമ്പോൾ ഈവൻ ഒരു മൈന്യൂട്ടായിട്ടുള്ള കാര്യം പോലും നമുക്ക് കർത്താവിന് ഇഷ്ടമല്ലാത്ത കാര്യം ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിപ്പെടും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പാസീവായിട്ട് ജീവിക്കാൻ പറ്റും. നമ്മൾ ആ മുള്ളിനിടയിൽ വീണ വിത്തിന്റെ കാര്യം പറഞ്ഞ പോലെ അങ്ങനെ ജീവിക്കാൻ പറ്റും. എന്നാൽ നമ്മൾ നല്ല ഹൃദയത്തിൽ വീഴുവാണെങ്കിൽ ചെറിയ കാര്യങ്ങളിൽ പോലും, അതായത് എൻ്റെ ജീവിതത്തിൽ കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യില്ല എന്ന് ആഴമായിട്ടുള്ള ഒരു ദാഹം ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ സ്പിരിച്വൽ സെൻസിറ്റിവിറ്റിയിൽ വളർത്തും. അല്ലെങ്കിൽ ഒരു ഹോൾസെയിലായിട്ട് അങ്ങ് ജീവിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മൾ അരി തൂക്കുന്ന ബാലൻസിലാണോ സ്വർണം തൂക്കുന്നത്? ആണോ? അരി തൂക്കുന്നത് നമ്മൾ കണ്ടില്ലേ, ഇതെല്ലാം കറക്റ്റ് അയക്കുമ്പോൾ ഒരു പിടി കടക്കാരൻ ഇട്ട് തരും. സ്വർണം തൂക്കുമ്പോഴോ? സ്വർണം തൂക്കുന്ന ബാലൻസ് ഇങ്ങനെ കാറ്റ് പോലും അടിക്കാതെ ഒരു ചേമ്പറിനകത്ത് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി. നമ്മളൊരു ലാർജ് സ്കെയിലായിട്ട് വലിയ കുഴപ്പമൊന്നും കൂടാതെ, എന്താ പറയുന്നത്, ലോകത്തിലെ ആൾക്കാർ ചെയ്യാത്ത പാപമൊക്കെ ചെയ്യുന്ന വലിയ കുഴപ്പമൊന്നും കൂടാതെ അത്യാവശ്യം ദ്രവ്യാഗ്രഹവും അത്യാവശ്യം പണത്തിന് വേണ്ടിയിട്ടുള്ള കലഹങ്ങളും കർത്താവിനെ മറന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിൽ അങ്ങ് ജീവിച്ചു പോകാൻ പറ്റും. എന്നാൽ സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ നാൾക്ക് നാൾ ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ, എന്താ പറയുന്നത്, കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് നമ്മൾ കുടുംബമായിട്ട് വ്യക്തിപരമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കാം. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കും. കർത്താവ് ഒരു കാര്യം പറയും, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് ഉള്ളവന് വീണ്ടും കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്നുള്ളതുകൂടി എടുക്കപ്പെടും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതെന്തിനെ കുറിച്ച് ഷാജ? അല്ല, പൊതുവെ അറിയാവുന്ന കാര്യമല്ലേ? അല്ല, വചനം എന്ന് പറഞ്ഞത് ബൈബിള് വചനം എല്ലാവരുടെയും കയ്യിലുണ്ട് ഇഷ്ടം പോലെ. എന്തിനെ കുറിച്ചാ ലീന പറഞ്ഞത്? പൊതുവെ പറയുന്ന കാര്യമാണ് ഇല്ലേ? ഉള്ളവന് വീണ്ടും കൊടുക്കപ്പെടും, ഇല്ലാത്തവന് അല്ല. കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യം പറ. എന്താ ദീപം? അല്ല, നമ്മൾ ഹോൾസെയിലായിട്ട് പറയരുത്. കർത്താവ് അങ്ങനെ തന്നെ എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ളവന് വീണ്ടും കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അതായത് നമ്മൾ ഇതിനകത്ത് ഗ്രോ ചെയ്യും തോറും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പം ഇങ്ങനെ ഇതൊക്കെ മതിയെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ എന്ത് പറ്റും? ഉള്ളവിടെ പോയിക്കൊണ്ടിരിക്കും. എന്തിനെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞു? വിശ്വാസത്തെക്കുറിച്ചല്ല. ലൂക്ക് 13 എടുത്ത് നോക്കി. ലൂക്ക് 13 അല്ല, മാത്യു 13 ആണ്.
കർത്താവ് അങ്ങനെ തന്നെ അത് എഴുതിയിട്ടുണ്ട്. മാത്യു 13:10 തുടങ്ങിയെന്ന് വായിച്ചു. അപ്പോൾ ശിഷ്യന്മാർ വന്ന് യേശുവിനോട് ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഉപമകളിലൂടെ അവരോട് സംസാരിക്കുന്നത്? അവൻ അവർക്ക് മറുപടി നൽകി, സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്, അവർക്ക് അവ വെളിപ്പെടുത്തിയിട്ടില്ല. ഉള്ളവന് കൂടുതൽ നൽകപ്പെടും, അയാൾക്ക് സമൃദ്ധി ഉണ്ടാകും, എന്നാൽ ഇല്ലാത്തവനിൽ നിന്നുള്ളത് കൂടി എടുത്തു കളയും. മതി. അപ്പൊ കർത്താവ് പറഞ്ഞു ഇറ്റ്സ് മിസ്റ്ററീസ് ഓഫ് ദി കിങ്ഡം ഓഫ് ഹെവനാണ്. അതായത് സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്, ഉള്ളവന് കൂടുതൽ നൽകപ്പെടും, അയാൾക്ക് സമൃദ്ധി ഉണ്ടാകും, എന്നാൽ ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുകൂടി എടുത്തു കളയും. അപ്പോൾ കുറെ കഴിയുമ്പോൾ നമുക്ക് സ്പിരിച്വലായിട്ട് ഒരു ബോധവും ഇല്ലാതാവും. ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, കർത്താവിൻ്റെ ക്യാരക്ടർ, കർത്താവ് എങ്ങനെ പ്രവർത്തിക്കും, ഇതിനെക്കുറിച്ച് നമ്മൾ തീക്ഷ്ണതയോടെ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കും തോറും നമുക്ക് കൂടുതലായിട്ട് ദൈവം വാരിക്കോരി തന്നുകൊണ്ടിരിക്കും. എന്നാൽ ആ കാര്യത്തിൽ നമ്മൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നും എടുക്കുന്നില്ല. നമ്മൾ അതായത് കോംപ്രമൈസേഴ്സാണ്, അല്ലെങ്കിൽ വചനത്തെ മുറുകെ പിടിക്കുന്നില്ല, അല്ലെങ്കിൽ മനുഷ്യനോടുള്ള ഭയമാണ്. അങ്ങനെയാകും തോറും ഇങ്ങനെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ കിട്ടുന്തോറും ദൈവം കൂടുതൽ അല്ലെങ്കിൽ അതിനുവേണ്ടി കാക്ഷിക്കും തോറും കൂടുതൽ തന്നുകൊണ്ടിരിക്കും. അത് കൂടുന്നില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, എന്ത് സംഭവിക്കുന്നുണ്ടാവും? ചോർന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇനി അത് എങ്ങനെ കൂടുതൽ തരുമെന്ന് പറഞ്ഞെന്നുള്ള അതോടെ ഒന്ന് ചിന്തിക്കേണ്ട. അത് രണ്ട് സ്ഥലത്ത് രണ്ട് കാര്യങ്ങൾ എഴുതിയേക്കുന്നതിൽ നിന്ന് വളരെ ക്ലിയറാണ്. ഈ മാർക്കോസിന്റെ സുവിശേഷം 4 അധ്യായം എടുക്കുമ്പോൾ ഇത് രണ്ടോടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ആർക്ക് സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ കിട്ടുമെന്ന് മനസ്സിലാവും. മാർക്ക് ചാപ്റ്റർ 4 നമ്മൾ വായിച്ചേ. 4ന്റെ 24 തുടങ്ങിയ വായിച്ചു. ശ്രദ്ധിക്കണേ. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നവയിൽ ശ്രദ്ധിക്കുക. നിൽക്കും കർത്താവ് പറഞ്ഞു. അപ്പൊ ആദ്യം നമ്മൾ കണ്ടത് എന്താ? സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്, ഉള്ളവന് കൂടുതൽ, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളോടെ പോകും. ഇവിടെ പറഞ്ഞു നിങ്ങൾ കേൾക്കുന്നവയിൽ ശ്രദ്ധിക്കുക. വായിച്ചു. നിങ്ങൾ അളന്നു കൊടുക്കുന്ന അതേ അളവിൽ തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും, അതിൽ കൂടുതലും നിങ്ങൾക്ക് കിട്ടും. കാരണം ഉള്ളവന് കൂടുതൽ നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് കൂടി എടുത്തു കളയും. ഇത് രണ്ടും വേദക്കാരന്റെ ഉപമയുടെ മധ്യത്തിലെ കർത്താവ് പറഞ്ഞിരിക്കുന്നു. ഈ ലൂക്കോസ് എഴുതിയ കാര്യം മർക്കോസ് എഴുതിയിട്ടില്ല, മർക്കോസ് എഴുതിയേക്കുന്ന കാര്യം ലൂക്കോസ് എഴുതിയിട്ടില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇത് രണ്ടും ഉണ്ട്. അപ്പോൾ ദീപു വളരെ സിമ്പിളാണ്. സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനെ A = B, B = C. സോ A = C എന്ന് പറയുന്ന പോലെ സ്വർഗരാജ്യത്തിന്റെ രഹസ്യങ്ങൾ കൂടുതൽ കിട്ടാൻ എന്ത് ചെയ്യണം? അല്ലെന്ന് ഈ കർത്താവ് പറഞ്ഞാൽ മതി. നമ്മൾ ഈ നിങ്ങൾ കേൾക്കുന്നതിൽ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? അല്ലെന്ന് ഇതൊക്കെ നമ്മൾ പറയുന്ന കേൾക്കുന്നത് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ വാക്കിനൊരു ഒരു പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ ഉണ്ട്. എന്താ? ഇപ്പൊ നമ്മളൊരു കൊച്ചിനോട് പറഞ്ഞ അത് പറഞ്ഞാൽ കേൾക്കുന്ന കുഞ്ഞാന്ന് പറഞ്ഞാൽ അതിന്റെ ചെവിയുടെ ക്വാളിറ്റിയാണോ? പറഞ്ഞാൽ കേൾക്കുന്ന പിള്ളേരാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചെവിയുടെ ക്വാളിറ്റിയാണോ? കർത്താവ് തന്നെ പറഞ്ഞു നിങ്ങൾ കേൾക്കുന്നതിൽ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നതിൽ ശ്രദ്ധിക്കുക എന്ന വാക്കിന്റെ അർത്ഥം. ദി മോർ യു ഒബേ ദി മോർ യു വിൽ ബി ഗിവൺ. കേൾക്കുന്നതിൽ ശ്രദ്ധിക്കുക, അതായത് കേട്ട കാര്യങ്ങൾ. പൗലോസ് പറഞ്ഞു നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് കേട്ടവ ശ്രദ്ധിക്കുക. അടുത്തെന്താ പൗലോസ് പറഞ്ഞു? അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളും മനസ്സിലാക്കി തരും. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം മനസ്സിലാക്കി തന്നെ ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ പറഞ്ഞല്ലോ, ഈ മാനസാന്തര സ്നാനം വേർപാടൊന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അത് ഹെബ്രായ ഗ്രന്ഥകർത്താവ് എന്താ പറഞ്ഞേക്കുന്നത്? ആണോ? അല്ലെന്ന് ബാലപാടാ. എന്നിട്ട് എന്താ പറഞ്ഞേക്കുന്നത്? ഹീബ്രൂ 6 പക്വതയിലേക്ക് കൊള്ളാൻ പറഞ്ഞതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അല്ലെന്നാ അത് തുടങ്ങുന്നത് എങ്ങനെ? നമ്മൾ ഹീബ്രൂ 6 പഠിച്ചോ. ഹീബ്രൂ 6 എന്താ ഷാജ പറഞ്ഞിരിക്കുന്നത്? അതായത് ലീവിങ് എസൈഡ് എന്ന് പറഞ്ഞേക്കുന്നത് മീൻസ്. അപ്പം ഇപ്പം നമ്മളിനി ഈ മാനസാന്തരവും സ്നാനവും എന്താ പറയുന്നത്, ഗിഫ്റ്റ്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റും ബാപ്റ്റിസം ഓഫ് ദി ഹോളി സ്പിരിറ്റും റിസറക്ഷൻ ഓഫ് ദി ഡെഡ് എറ്റേണൽ ലൈഫ് അല്ല ഈ പറയുന്നത്. അത് ഈ പറഞ്ഞേക്കുന്നത് ലീവിങ് എസൈഡ്. അതിനെക്കുറിച്ച് ഇനി സംസാരിക്കേണ്ടെന്നല്ല, അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്. ലീവിങ് എസൈഡ് ദി എലമെന്ററി പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ മാനസാന്തരം എന്ന് പറയുന്നത് ഈ രക്ഷിക്കപ്പെടുന്ന കാര്യത്തെക്കുറിച്ചല്ല പറഞ്ഞ്. അപ്പം ഇതിൽ കേൾക്കുന്നതിൽ ശ്രദ്ധിക്കുക. ഈ മാനസാന്തര ധ്യാനത്തിന്റെ കാര്യമല്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞു സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി വർദ്ധിക്കണമെങ്കിൽ, അതായത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിക്കണം. നമ്മൾ ടാക്സ് കൊടുക്കും. നമ്മളിവിടെ 3 മാസമായി കഴിഞ്ഞാൽ നമ്മൾ
പി ആർ ആണെങ്കിൽ 3 മാസം കഴിഞ്ഞാൽ ഇവിടുത്തെ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പാടില്ല. ഇനി ഒത്തിരി കാര്യങ്ങൾ. അതുപോലെ എന്താ പറയുന്നത്, ഒത്തിരി നിയമങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമമാണ്, ഇന്ത്യയിലാണെങ്കിൽ ഒരു പാസ്പോർട്ട് ഉള്ളവന് രണ്ടാമതൊരു പാസ്പോർട്ട് എടുക്കാൻ റൈറ്റ് ഉണ്ടോ? ഇല്ല. എന്തെങ്കിലും കള്ളത്തിലൊക്കെ പറഞ്ഞ് 2ാം പാസ്പോർട്ട് എടുക്കാൻ പറ്റുള്ളൂ. സുവിശേഷകർ 2 പാസ്പോർട്ട് ഉള്ളവരുടെ കാര്യം ഞാൻ പേപ്പറിൽ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ലീവിങ് എസൈഡ് ദി എലിമെന്ററി പ്രിൻസിപ്പിൾസ്, നമ്മൾ ഈ പറയുന്നത് മാനസാന്തരം എന്ന് പറയുന്നത് ഈ രക്ഷിക്കപ്പെടുന്ന മാനസാന്തരം അല്ല. ഇങ്ങനെ കർത്താവ് പറഞ്ഞ് കേൾക്കുന്നതിൽ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ച്. നമുക്ക് റോമൻസ് 12 പ്രാക്ടിക്കൽ ലൈഫിനെ കുറിച്ച് ഒത്തിരി എഴുതിയിട്ടുണ്ട്, എടുക്കണ്ട. അപ്പോൾ അതിൽ പറഞ്ഞേക്കുന്നത് നിങ്ങൾ ആത്മാവിൽ എരിവുള്ളവരായിട്ട് കർത്താവിനെ സേവിക്കുക, എളിയവരുമായിട്ട് സഹവസിക്കുക. നമുക്ക് പൊതുവെ ലോകത്തിൽ പൈസക്കാരോടെ പൊതുവെ ആൾക്കാർക്ക് സ്നേഹവും താല്പര്യമില്ല. നമുക്ക് ആ ക്രിസ്ത്യൻ ഫോളോവേഴ്സ് നമ്മൾ സുവിശേഷ വേലയ്ക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ ദരിദ്രരായിട്ടുള്ള സുവിശേഷകർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ജീവിക്കാൻ ഗതിയില്ലാത്ത സുവിശേഷകർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ദരിദ്രരെ സഹായിക്കുക. അല്ലാതെ വലിയ പൈസക്കാരായിട്ടുള്ള സുവിശേഷകർക്ക് കൊടുത്ത ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ പറയാം, കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വെടിമരുന്ന് കത്തിപ്പോകുന്നവർ ഇതെല്ലാം കത്തിപ്പോകും, ഒന്നും കാണത്തില്ല. ദരിദ്രർക്ക് കൊടുക്കുക. അപ്പം ഇതിൽ ഈ എലമെന്ററി പ്രിൻസിപ്പിൾസ് അല്ല നമ്മൾ പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കും തോറും അനുസരിക്കും തോറും സ്വർഗീയ രഹസ്യങ്ങൾ കർത്താവ് കാണിച്ചു തരും. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം വായിക്കുക ഒന്നും മനസ്സിലാകത്തില്ല, വെറുതെ വായിക്കാന്നുള്ളൂ. 70 തവണ ബൈബിൾ വായിച്ചിട്ട് രക്ഷിക്കപ്പെടാത്ത ആൾക്കാരുണ്ട്. 70 തവണ വായിച്ചു. ഞാൻ തന്നെ ഇഷ്ടം പോലെ ബൈബിൾ വായിച്ചിട്ടുണ്ട്, രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. കാരണം ഈ മിസ്റ്ററീസ് ഓഫ് ദി കിങ്ഡം ഓഫ് ഹെവൻ നമ്മുടെ ദൈവവചനത്തോടുള്ള ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് ദൈവം അതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി തരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ഞാൻ ഒന്നോട് പറയാം, അതായത് ഈ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ജീവിച്ചില്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു എന്നുള്ള പാസ്റ്റ് ടെൻസ് വെച്ച് കയറി പറ്റത്തില്ല. പലരോടും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞാൻ 2 വർഷം മുമ്പ് സ്നാനപ്പെട്ടതാണ്. വാട്ട് ഈസ് ടുഡേ? പ്രസന്റ് ടെൻസിന് മാത്രമേ ദൈവം വില കൊടുത്തിട്ടുള്ളൂ. ഇന്ന് ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്ന ആളാണോ? ലീവിങ് എസൈഡ് ദി എലമെന്ററി പ്രിൻസിപ്പിൾസ്, മാനസാന്തര സ്നാനമൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രീതികരമായിട്ട് ജീവിക്കണമെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ അനുസരിച്ചേ പറ്റൂ. എല്ലാ കാര്യങ്ങളിലും കർത്താവിന് 1ാം സ്ഥാനം കൊടുത്തേ പറ്റൂ. അതുപോലെ തന്നെ ലോയും ഗ്രേസും തമ്മിൽ നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. അഹറോന്റെ പൗരോഹിത്യവും മെൽക്കിസദേക്കിന്റെ പൗരോഹിത്യവും തമ്മിൽ നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. അഹറോന്റെ പൗരോഹിത്യത്തിൽ എന്തുണ്ട്? നമ്മൾ കൂടുതലായിട്ട് വലിയ ടോപ്പിക്കാണ്. അഹറോന്റെ പൗരോഹിത്യത്തിലാണെങ്കിൽ വസ്ത്രധാരണത്തിന് വ്യത്യാസമുണ്ട്. ഇന്ന് സഭാ ശുശ്രൂഷകൻ എന്ന് പറഞ്ഞിട്ട് പ്രത്യേക യൂണിഫോം ആണെങ്കിൽ അഹറോന്റെ പൗരോഹിത്യം. അത് നീണ്ട ലോഹ ആയിക്കൊള്ളുന്നില്ല, ജൂബയാണേലും അത് അഹറോന്റെ പൗരോഹിത്യം. ഇനി ശുശ്രൂഷകർക്ക് ഇന്ന രീതിയിലുള്ള ഡ്രസ്സിങ്ങേ പറ്റുള്ളൂ, അഹറോന്റെ പൗരോഹിത്യം. ഇനി ഒത്തിരി കാര്യങ്ങൾ. അതുപോലെ ഇന്ന് വിശുദ്ധ സ്ഥലമില്ല. ഏതെങ്കിലും ഒരു കെട്ടിടം പണിതിട്ട് അതിന് ദേവാലയം എന്ന് പറഞ്ഞാൽ അത് അഹ്റോന്റെ പൗരോഹിത്യമാണോ അത് ന്യൂ ടെസ്റ്റാമെന്റ് ആണോ? നമുക്ക് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ദേവാലയം എന്ന് പറയുന്ന സ്ഥലമില്ല, വിശുദ്ധ സ്ഥലം എന്ന് പറയുന്ന ഒരു സ്ഥലമില്ല. ഇനിയിപ്പോൾ ഒരു ഹോളി ലാൻഡിന് ഒരു ടൂർ പോവുകയാണെങ്കിൽ അത് അഹ്റോന്റെ പൗരോഹിത്യമാണോ അത് ന്യൂ ടെസ്റ്റാമെന്റ് ആണോ? ഇന്നൊരു ഹോളി ലാൻഡും ഇല്ല. ഇന്ന് ജെറുസലേമിന് ഒരു പ്രത്യേകതയില്ല. കർത്താവ് പറഞ്ഞു, എന്താ പറയുന്നത്, നിങ്ങൾ അതാ സ്ത്രീ പറഞ്ഞ ജെറുസലേമിലും ആരാധനയ്ക്ക് പ്രത്യേകതയില്ല. ഇന്ന് കർത്താവ് അതിന് നടന്നു പറഞ്ഞ് ആ സ്ഥലം കാണാൻ പോകുന്നതും മലയാറ്റൂർ മലയ്ക്ക് പോകുന്നതും ശബരിമലയ്ക്ക് പോകുന്നതും എല്ലാം സെയിമാണ്. അതായത് ഒരു ന്യൂ ടെസ്റ്റാമെന്റ് ബിലീവറായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സൂക്ഷിച്ചേ പറ്റൂ. കാരണം നമ്മൾ മുഖാന്തരം കർത്താവിൻ്റെ നാമം ദുഷിക്കപ്പെടാൻ ഇടയാകരുത്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ വളരെ ഭയത്തോടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ദൈവഭയത്തിൽ ജീവിച്ചില്ലെങ്കിൽ കർത്താവിന് മുമ്പിൽ ചെല്ലത്തില്ല. പൗലോസ് പറഞ്ഞ പോലെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സിലബസ് അനുസരിച്ച് അത് പോകേണ്ട വഴിക്ക് പോയേ പറ്റൂ. നമുക്ക് പ്രാർത്ഥിക്കാം.